ഞാൻ കരുതി നാളെ എക്സാം ആയതുകൊണ്ട് നിങ്ങളൊന്നും കേറില്ലായിരിക്കും. വന്നിട്ടുള്ള നിങ്ങൾ മാത്രമേ ഉള്ളോ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. അശ്വതി മിസ് ഇല്ലേ മാം? അശ്വതിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ കയറിയത്. ആക്ച്വലി ഈ ഒരു ടൈമിൽ എനിക്ക് വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. ക്ലാസ് ക്യാൻസൽ ചെയ്യേണ്ടത്, നമ്മുടെ ക്ലാസ് ക്യാൻസൽ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത്രയും പേരെ കയറാൻ ചാൻസ് ഉള്ളോ? കയറിയിരിക്കുന്ന മെജോറിറ്റി MT3 ആണെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് ഈവനിങ്. ആരും മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യരുത്. മോഡൽ എക്സാം അല്ലേ എന്ന് വിചാരിച്ച് എഴുതാതൊന്നും ഇരിക്കരുത്. നിങ്ങൾക്കൊരു മെയിൻ എക്സാമിന് മുമ്പുള്ള ഒരു പ്രാക്ടീസും കൂടിയാണല്ലോ മോഡൽ എക്സാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, ഒരാൾ പേഴ്സണലി ചോദിച്ചപ്പോ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. വൈവ ടൈമിൽ ഏതെങ്കിലും ഒരു ഏരിയയില് അല്പം വീക്കാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എക്സാമിന്റെ മാർക്കും കൂടെ ഒന്ന് അത് മോഡൽ എക്സാമിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. അപ്പോൾ വൈവയുടെ ആ വീക്ക് പോർഷനിൽ നമുക്കൊരു ചെറിയൊരു രീതിയിലൊന്ന് അവിടെ ഒന്ന് ആ മാർക്ക് മോഡൽ എക്സാമിന് പെർഫോം ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു വൈവ ആ സെഷൻസിലെ മാർക്ക് വളരെ ലോ ആയി പോകുന്നതിൽ നിന്ന് ഒഴിവാക്കണം. ഓക്കെ, സോ വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ്. ഇത്രയും പേരൊക്കെ ഉണ്ടാവുള്ളായിരിക്കും അല്ലെ? ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. അന്ന് റെക്കോർഡ് സൈൻ ചെയ്ത് തന്നല്ലോ, അപ്പൊ ഇനിയിപ്പോ വൈവയുടെ സമയത്ത് എന്തായാലും മാം അത് ഏതെങ്കിലും ഇതേപോലെ റാൻഡംലി പ്രസന്റ് ചെയ്യാൻ പറയൂ? നമുക്ക് 20 മിനിറ്റ്സേ ഉള്ളേ ഉള്ളൂ ജയശ്രീ. ഞാൻ എങ്ങനത്തെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, വൈവയിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടല്ലോ, PGയുടെ വരുന്ന എക്സ്ട്രാ സെമിനാർ അസൈൻമെന്റ് എല്ലാം അല്ലാതെ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെഷനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മള്. ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് ബിഹേവിയേഴ്സ്, പിന്നെ റെക്കോർഡ്സ്, അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ നാളെ ഒരു സ്കൂളില് ടീച്ചറായിട്ട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതും കൂടെ ഒന്ന് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു മോക്ക് ഇന്റർവ്യൂ കൂടെ എന്നുള്ള രീതിയിലാണ് വൈവ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ആക്ഷൻ സോങ് ചെയ്യാനായിട്ട് പറയും. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവരോട് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയും. അത് നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഒബ്സർവേഷൻ ഒരു ആക്ടിവിറ്റി കൊടുക്കും. നിങ്ങൾ എന്താണ് കണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരാണെങ്കിൽ ചോദിക്കും പോകുന്നുണ്ടോന്ന് ചോദിക്കും. മിക്കവരും പറഞ്ഞത് പോകുന്നതാണ് പറഞ്ഞത്. ഐ ഡു ട്രസ്റ്റ് ദം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനൊരു സിറ്റുവേഷൻ കൊടുത്തു. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് ഇങ്ങനെ പോയപ്പോ കുട്ടിയൊന്നും എഴുതുന്നില്ല, ബാക്കിയുള്ള കുട്ടികളൊക്കെ എഴുതുന്നില്ല, എന്ത് ചെയ്യുന്നു ചോദിച്ചു. അങ്ങനെയുള്ള ആ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് കൊടുത്തിട്ട് എങ്ങനെയാണ് ഇവർ അതിനെ മാനേജ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനെങ്ങനെ ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യും അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. കാരണം നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോയില്ലെങ്കിലും നമുക്ക് അവിടെ അവർക്കൊരു പെർഫോമൻസ് നോക്കണമല്ലോ. അവര് പോയാൽ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണമല്ലോ. പോയിട്ടുള്ളവരോട് നമുക്ക് നിങ്ങൾ പോയപ്പോഴുള്ള എക്സ്പീരിയൻസ് ചോദിക്കാം. പിന്നെ റെക്കോർഡ് ചെയ്യുന്നത്, നമുക്ക് റൈംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോറീസ് ഉണ്ട്. ഏതെങ്കിലും മോറൽ വാല്യൂ വരുന്ന സ്റ്റോറി അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പോ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ നോവൽ നിങ്ങളൊന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റൈം ആക്ഷൻ സോങ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു, ബട്ട് ചെയ്തില്ല. അയ്യോ ഹൗ കുഡ് ഐ ഡു, അയ്യോ എന്ന് പറഞ്ഞ കുറെ നേരം ഇരുന്നു. എനിക്ക് പിന്നെ സമയം ഉണ്ടായില്ല ഈ ചെയ്യിപ്പിക്കാനായിട്ട്. ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കാൻ പറ്റില്ല, കാരണം നെക്സ്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് എനിക്ക് ക്ലാസ്സിൽ കയറണമായിരുന്നു. ലൈക്ക് ദാറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെമിനാർ അല്ല, സർവേയുടെ നിങ്ങളുടെ അനാലിസിസും നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനും ഡെഫിനറ്റ്ലി ഞാൻ ചോദിക്കും. പിന്നെ ടീച്ചിങ് എയ്ഡ്സ് ചെയ്തിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സിന് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പ്രസന്റ് ചെയ്യാമോ അത് ചോദിച്ചു. പിന്നെ അപ്പാരറ്റസ് റിലേറ്റഡ് പ്രസന്റ് ചെയ്യണോ? ദൈവം എന്റെ എല്ലാ സ്കൂളിലിരിക്കുകയാണോ?
ഞാൻ അവിടെ കൊടുത്തു. ആക്ച്വലി എന്റെ ഇന്നലത്തോടു കൂടി കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് തന്ന കുറച്ച് പോർഷൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ആണ്, ഞാൻ ഫ്രൈഡേ വന്ന് തീർത്തു തരാന്ന്. കാരണം ആക്ച്വലി മാമിന് അറിയാലോ ഞാൻ അവിടെ പോയപ്പോ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. ഇപ്പൊ 2-2.5 മാസമായി. ഇപ്പൊ സത്യം പറഞ്ഞ അവിടെ നിന്ന് പോരാൻ തോന്നണില്ല. പോയി നമ്മൾ അവിടെ സെറ്റായി. ഇപ്പൊ അവരും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും നല്ല ഹെൽപ്പിങ്ങും നല്ല സഹകരണമായി. അവർക്കും ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പോ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവിടുത്തെ ആനുവൽ ഡേ. സോ അപ്പോ ഫാഷൻ ഷോയുടെ ഇൻചാർജ് ഞാനായിരുന്നു കുട്ടികളുടെ. അത് പക്ഷെ വളരെ നന്നായിട്ട് ചെയ്ത് നല്ല ഒപ്പീനിയൻ ഒക്കെ കിട്ടി. അപ്പൊ ഭയങ്കര എല്ലാരും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെയൊക്കെ പോയി. അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്ക് 1 വീക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഫുൾ അതിന്റെ പുറകെയായിരുന്നു. അപ്പൊ കുറച്ചുകൂടി പോർഷൻസ് LKG തീർത്തു. ഒരു ക്ലാസ്സിൽ തീർത്തു, ഒരു ക്ലാസ്സിൽ കുറച്ച് ബാക്കിയുണ്ട്. ടീച്ചിങ് എയ്ഡ്സ് എന്തെങ്കിലും കാണിക്കണല്ലോ, അപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം ഇനി ഫ്രൈഡേ പോകുമ്പോ. അപ്പൊ എന്തായാലും നമ്മളുടെ പ്രാക്ടിക്കൽ ഏരിയ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ റിലേറ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തോ അമ്പിളി ഞാൻ കേട്ടില്ല. അമ്പിളി ഇന്ന് നേരത്തെ ക്ലാസ് തുടങ്ങിയോ? 8:02 ആയപ്പോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. വൈവയുടെ കാര്യം ഒന്ന് ചോദിച്ചപ്പോ വൈവയുടെ കാര്യം ഒന്ന് പറയുമായിരുന്നു. ഓക്കെ ശരി. ഞാൻ കുറച്ച് ലേറ്റ് ആയോന്ന് സംശയം. ഫോണില് ഈ സമയത്തിന്റെ പ്രോബ്ലം ആണോന്ന് അറിയില്ല. 8:05 ഇതിനകത്ത് 8:07 മാം ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ 1 മന്തായി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഡെലിവറി ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാൻ പറയുള്ളൂ. അതല്ല, ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കിയിരുന്നു. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ മാം ഞാൻ ഉണ്ടായപ്പോ പറഞ്ഞിരുന്ന മറ്റേ സെമിനാർ എടുക്കേണ്ട ഭാഗം അസൈൻമെന്റ് ആക്കി ചെയ്യണം എന്നുള്ളത് എന്തോ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. അതെന്താ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. അത് ചെയ്യണോ വേണ്ടയോ എന്നറിയാം. ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ടോപ്പിക്സ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ടോപ്പിക് നിങ്ങൾക്ക് എടുത്തിട്ട് സെമിനാർ ആയിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. അതല്ല മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ഷൻസ് സെമിനാർ ആക്കി ചെയ്യണം എന്ന് പറഞ്ഞില്ലേ കുറച്ച് പേരോട്. ബാക്കിയുള്ളവർ അത് അസൈൻമെന്റ് ആക്കി ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അന്നത്തെ ക്ലാസ്സിൽ. അതാണോ? അതെല്ലാം കഴിഞ്ഞു. സെമിനാർ അവരെ കണ്ടക്ട് ചെയ്തു. സെമിനാർ ചെയ്തവർ സെമിനാർ റിപ്പോർട്ടായിട്ട് അത് കീപ്പ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടില്ല. അതാ ചോദിച്ചു സബ്മിറ്റ് ചെയ്യണ്ടേ? അല്ല സബ്മിറ്റ് ചെയ്യണ്ടേ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ ഇതിപ്പോ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ അത് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. PGക്ക് അങ്ങനെ കൂടുതലായിട്ട് സെമിനാർസും വർക്കും തരാതെ അസൈൻമെന്റും തരാതെ എല്ലാരോടും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാത്തവര് അവർക്ക് അതൊന്നുമില്ലെങ്കിൽ ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അസൈൻമെന്റ് പോലെ സബ്മിറ്റ് ചെയ്യുക. ആ 2 രീതിയിലും ചെയ്യാം. സെമിനാർ റിപ്പോർട്ട് പോലെ ചെയ്യാം. ക്ലാസ് ചിലർക്ക് ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. റെക്കോർഡ് ക്ലാസ് ആയിരിക്കും അവർ കാണുന്നത്. അവർക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട്, ജെനുവിൻ റീസൺ, ഇപ്പോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചിലപ്പോ ആ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ അതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് അത് ഒരു റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. എവിടെ സബ്മിറ്റ് ചെയ്യാം? എങ്ങനെയാ? സെമിനാർ റിപ്പോർട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അറ്റ് ദ ടൈം ഓഫ് വൈവ നമ്മൾ ചോദിക്കും. ഓക്കെ, അതിന് മാർക്ക് ഉണ്ടല്ലോ. പ്രാക്ടിക്കൽ സെഷനിൽ ഡിവൈഡ് ചെയ്തതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വൈവ വരുന്നത്. നിങ്ങളുടെ തിയറിയിലെ ടോപ്പിക്സ് ആ PDF റിലേറ്റഡ് ഒന്നും വൈവയിൽ വരുന്നില്ല. മെയിൻലി ഫോക്കസിങ് ഓൺ ടീച്ചിങ് പ്രാക്ടീസ്, അപ്പാരറ്റസ്, ആ ഒരു പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ കൊണ്ടുപോയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ്, പിന്നെ ആ സമയത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവര് ഇൻ കേസ് പോകുമ്പോൾ എന്തെല്ലാം ആയിരിക്കും ചെയ്യുക. ഒരു സിറ്റുവേഷൻ തരും, ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും. പിന്നെ ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ആയിരുന്നു വൈവ പോയത്. 20 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ, അത്രയ്ക്കല്ലേ നമുക്ക് കവർ ചെയ്യാൻ പറ്റൂ. ഓക്കെ,
ഇപ്പൊ ബേബി ഉറങ്ങുവാണോ? അതെ, ഉറങ്ങുക. എന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്? ഇന്നലെയും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഏത് ബാച്ചായിരുന്നു? ഏത് ബാച്ചാ? എനിക്ക് 5. ഓക്കെ, ഇപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ഡയമെൻഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മളിപ്പോ അക്കാദമിക് ഏരിയയിലെ മാനേജ്മെന്റ് അതിന്റെ സെറ്റിങ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൂടുതലും നമുക്കിപ്പോ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് മിക്ക ഏരിയ നമ്മൾ കവർ ചെയ്ത് വന്നപ്പോ പലതിലും പറയുന്നുണ്ട്. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്, ടീച്ചർ ഡോമിനേറ്റിംഗ് ഓൺ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയാറൊന്നുമില്ലായിരുന്നു. സാരമില്ല, പകല് കുറെ പ്രയർ പറഞ്ഞല്ലേ. പിന്നെ സ്റ്റുഡന്റിലോ ഡോമിനേറ്റ് ആയിട്ട് വരുന്നത്, സ്റ്റുഡൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പിന്നെ പല രീതിയിലുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ്, മോഡുലർ ടീച്ചിങ്, നമ്മളുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് പറയുണ്ടായി. നെക്സ്റ്റ്, ഇന്റർവീനിങ് കമ്പണന്റ്സ് ഓർ വേരിയബിൾസ്. നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാരും പ്രിപ്പയർ ആയിട്ടൊക്കെ ഇരിക്കുവാണോ? ഇന്റർവീനിങ് പഠിച്ചോണ്ടിരിക്കണം. വെരി ഗുഡ്. ഇന്റർവീനിങ് കമ്പണന്റ്സ് ഓർ വേരിയബിൾസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ക്ലാസ് റൂമിൽ നമുക്കറിയാം ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ. പണ്ടൊരു ഗുരുകുല സമ്പ്രദായം ഉള്ളത് നമുക്കറിയാം അല്ലെ. ആ സമയത്ത് ഇന്ററാക്ഷൻ അത് വേറെയായിരുന്നു. പിന്നെ ക്ലാസ് റൂം സെറ്റിംഗ്സിലേക്ക് വന്നിട്ടുള്ള ഇന്ററാക്ഷൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്. ടീച്ചറുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ഈ ഇന്ററാക്ഷൻസ് മാറും. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ടീച്ചർമാര് ചൂരിലൊക്കെ ആയിട്ട് വന്ന് പീഡിപ്പിച്ച് വിറപ്പിച്ച്, അപ്പൊ അവിടെ ആ ടീച്ചറുമായിട്ടുള്ള ഇന്ററാക്ഷൻ അവിടെ അത് വേറൊരു രീതിയായിരിക്കും. അതേസമയം കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ട് ജോവിയലായിട്ട് ഭയങ്കര അവരുമായിട്ട് നല്ല മിങ്കിൾ ചെയ്ത് ക്ലോസ് ആയിട്ടുള്ളവരാകുമ്പോൾ ആ ഇന്ററാക്ഷൻ വേറെ. അപ്പൊ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ക്ലാസ് റൂമിൽ പല രീതിയിലും സെവറൽ കമ്പണന്റ്സും സെവറൽ വേരിയബിൾസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ മെയിൻ ഇന്റർവീനിങ് വേരിയബിൾസ് താഴെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് സബ്ജക്ട്, ആ ഒരു കണ്ടന്റ് എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ സബ്ജക്ട് ടീച്ചർ സ്റ്റുഡന്റ് തമ്മിൽ ക്ലാസ് റൂമിലെ ഇന്ററാക്ഷൻ മാറും. ഇപ്പൊ തന്നെ നമ്മൾ മാനേജ്മെന്റിന്റെ പല ആസ്പെക്ട്സും പറഞ്ഞപ്പോ, ഫങ്ഷൻസ് പറഞ്ഞപ്പോ ആ ഒരു ഇന്ററാക്ഷൻ ലെവല് വേറെയായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു രീതി അങ്ങ് മാറ്റിയപ്പോ ഇന്ററാക്ഷൻ വേറൊരു രീതിയിലായി മാറി അല്ലെ. അപ്പൊ ക്ലാസ് റൂമിന്റെ രീതിയും സ്റ്റുഡൻസിന്റെ രീതിയും ആറ്റിറ്റ്യൂഡും ടീച്ചറുടെ ആറ്റിറ്റ്യൂഡും അനുസരിച്ച് ഇന്ററാക്ഷൻ മാറിക്കൊണ്ടിരിക്കും. എന്താണ് സബ്ജക്ട് അതിനനുസരിച്ച് മാറുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ സെമിനാർസ് കണ്ടക്ട് ചെയ്യാണ് ക്ലാസ്സിൽ, അപ്പൊ അവിടെ ആ ഇന്ററാക്ഷൻ ലെവൽ കുറയും. അവിടെ സെമിനാർ പ്രസന്റ് ചെയ്തൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇന്ററാക്ഷൻസ് മാറും. അവിടെ ഇപ്പൊ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ആ സെമിനാർ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റുഡന്റ് ആയിരിക്കും. നമ്മളെല്ലാം ആളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ മേ ബി ചിലപ്പോൾ ആ ഒരു സെമിനാർ ടോപ്പിക്കിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഒരു 5 minutes ക്ലാസ് ഉണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് അത് മാറും. അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് പറയുന്നു, നമ്മളുടെ സംശയങ്ങൾ ചോദിക്കുന്നു അല്ലെ. ഇപ്പൊ ഓരോ സബ്ജക്ട് റിലേറ്റഡ്, സബ്ജക്റ്റിന്റെ കണ്ടന്റ് റിലേറ്റഡ് ഈ ഇന്ററാക്റ്റീവ് സെഷൻസ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ലാംഗ്വേജ്, ഇതിനകത്ത് വെർബൽ ലാംഗ്വേജ് ഉണ്ടാവും. പിന്നെ ആ ഒരു സബ്ജക്റ്റിലെ പല ഫാക്ട്സ് ഉണ്ടാവും, ട്രൂത്ത്സ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, തിയറീസ് ഉണ്ടാകും, പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും ഇന്ററാക്റ്റീവ് സെഷൻ മാറുന്നത്. ഇപ്പോ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ലാംഗ്വേജ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇന്ററാക്റ്റീവ് സെഷൻ അതിനനുസരിച്ച് മാറും. മാത്സ് എന്നുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ, ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷിൽ തന്നെ ഡ്രാമയുണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലെ. അങ്ങനെ സബ്ജക്റ്റിനനുസരിച്ച് ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ മാറിക്കൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും മോഡൽസ് ഒക്കെ കാണിച്ചിട്ട്, ഇപ്പൊ ബയോളജി ആണ് പഠിപ്പിക്കുന്നത്, ബയോളജിയിൽ ഇപ്പോൾ ഹാർട്ടിന്റെ എന്തെങ്കിലും ഫങ്ഷൻസ് ആണ് പഠിപ്പിക്കുന്നത്, അതിനനുസരിച്ച് അവിടുത്തെ ഇന്ററാക്റ്റീവ് സെഷൻ എന്തെങ്കിലും മോഡൽ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ, പിക്ചർ കാണിച്ചിട്ട് ചാർട്ട് കാണിച്ചിട്ടൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ദ സബ്ജക്ട്, കണ്ടന്റ്, തിയറി, പ്രിൻസിപ്പിൾസ്, ഫാക്ട്സ്, ട്രൂത്ത്സ്, ഇതിനെല്ലാം അനുസരിച്ച് ലാംഗ്വേജ്, അതിനെല്ലാം അനുസരിച്ച് ഇന്ററാക്റ്റീവ് സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ ക്ലാസ് റൂമിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. സൈക്കോമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസിനനുസരിച്ച് ഫിസിക്കൽ മൂവ്മെന്റ്, അതാണ് സൈക്കോമോട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ എടുത്ത സമയത്ത്, മോഡ്യൂൾ 1 പാർട്ട് 1 ഒക്കെ എടുത്ത സമയത്ത് സൈക്കോമോട്ടറിനെ കുറിച്ച് പറയണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഗ്നിറ്റീവ് ഫങ്ഷൻ, നമ്മുടെ മെന്റൽ
എന്താ പറയാ മൂവ്മെന്റ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്ത് നമ്മളുടെ ശരീരത്തിനുണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റം, ഫിസിക്കൽ മൂവ്മെന്റ്, അതാണ് സൈക്കോമോട്ടർ എന്ന് പറയുന്നത്. രണ്ടും കണക്റ്റഡ് ആണെന്ന് പറയും. നമ്മൾ പറയില്ലേ ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് കിട്ടുമ്പോഴാണ് നമ്മളുടെ ബോഡി ഓരോ ആക്ഷൻസും ചെയ്യുന്നത്. ഉറക്കം വരുന്നു, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ദേഹത്തേക്ക് എന്തെങ്കിലും വന്ന് വീഴാൻ പോകുമ്പോൾ നമ്മളുടെ ബോഡി പെട്ടെന്ന് തന്നെ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ മാറുന്നു. ഇതെല്ലാം സൈക്കോമോട്ടർ ആ ഒരു പ്രിൻസിപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്താണ്. പിന്നെ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് എന്താണ് എയിം ചെയ്ത് ഫോക്കസ് ചെയ്തിട്ടാണ് ടീച്ചിങ് നടക്കുന്നത്. പിന്നെ കോഗ്നിറ്റീവ് എഫക്റ്റ്, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും മിക്കവാറും എല്ലാ ടീച്ചിങ് മെത്തേഡ്സും അതിന്റെ ഒബ്ജക്റ്റീവ്സും. പിന്നെ പലപ്പോഴും പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. ടീച്ചർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ്, TCI എന്ന് പറയുന്നത്. ടീച്ചർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സെഷൻ, ആ ഒരു ക്ലാസ് നടത്തുമ്പോൾ ടീച്ചർക്കാണ് അതിന്റെ ഫുൾ ഒരു ചാർജും. ഇന്ററാക്ഷൻ നടക്കുന്നതിലെ പല പല ടീച്ചിങ് മെത്തേഡുകളിൽ ഇന്ററാക്ഷൻസ് എങ്ങനെ നടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ TCI വരുന്നുണ്ട്, ടീച്ചർ കൺട്രോൾഡ് ഇന്ററാക്റ്റീവ് സെഷൻസ്. പിന്നെ സ്റ്റുഡന്റ് കൺട്രോൾഡ് ഇന്ററാക്റ്റീവ് സെഷൻസും വരുന്നുണ്ട്. ടീച്ചർ കൺട്രോൾഡ് എന്താന്ന് നമുക്ക് നോക്കാം. ഇവിടെ ടീച്ചറാണ് ഓരോ ആക്ടിവിറ്റീസ് ഡിറക്റ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ ടീച്ചറാണ് എല്ലാ ഡിറക്ഷൻസും കൊടുക്കുന്നത്. എങ്ങനെ ചെയ്യണം, കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന്. പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ടീച്ചറാണ്. TCIയിൽ ടീച്ചറാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. എന്താണ് പഠിപ്പിക്കേണ്ടത്, അതിന്റെ പ്ലാനിങ്, പ്രസന്റേഷൻ, ഇംപ്ലിമെന്റേഷൻ എല്ലാം ടീച്ചറാണ് ചെയ്യുന്നത്. ടീച്ചറാണ് തീരുമാനിക്കുന്നത് എന്ത് ആക്ടിവിറ്റി ചെയ്യണം, ഏത് സ്റ്റുഡന്റ് ആ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. ക്ലാസ് റൂമിന്റെ ഇന്ററാക്ഷനെയും ടീച്ചറാണ് കൺട്രോൾ ചെയ്യുന്നത്. ടീച്ചറാണ് ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്യുന്നതും ടീച്ചറാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു ഇൻഫർമേഷൻ, ഒരു സബ്ജക്റ്റിന്റെ ഒരു ടോപ്പിക്കാണ് ടീച്ചർ കൺട്രോൾഡ് ഇന്ററാക്ഷനിലൂടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അത് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് അതിന്റെ ലേണിംഗ് ഔട്ട്കം നന്നായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ടീച്ചർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ നമുക്കൊരു പക്ഷേ അത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. നമുക്ക് മീൻസ് ലേണേഴ്സിന്, സ്റ്റുഡൻസിന് ഡൈജസ്റ്റ് ആവില്ല. അപ്പൊ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് വേയിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് നല്ലതായിരിക്കും. കുട്ടികൾക്ക് ആ നോളജ് നല്ല പോലെ തന്നെ അവർക്കത് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്ന് ആ നോളജ് അക്വയർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കും. ചില ആളുകളുടെ ക്ലാസ് അങ്ങനെയല്ലേ, ഒരു ഒന്നും മിണ്ടാതിരുന്ന കുട്ടികൾ അത് നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കും. കാരണം ആ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പൊ TCI നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊടുക്കുന്ന ആ ഒരു അത് പ്രസന്റ് ചെയ്യുന്നതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ കുട്ടികൾക്ക് ആ നോളജ് നല്ല രീതിയിൽ തന്നെ കിട്ടും. നെക്സ്റ്റ് ലേണർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ ലേണർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ലേണർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ്. LCI അതൊരു സ്റ്റുഡൻസിന് കൂടുതൽ ചാൻസസ് കിട്ടുന്നു. ലൈക്ക് ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്തില്ലേ, സെമിനാർസ് കണ്ടക്ട് ചെയ്യുന്നു, സ്റ്റുഡൻസ് ആണല്ലോ ചെയ്തത്. അവിടെ ഞാനൊരു ഒബ്സർവേഴ്സർ, ടീച്ചറായിട്ടിരിക്കുന്ന ആള് ഒരു ഒബ്സർവർ ആയിട്ട് ഇരിക്കും. അപ്പൊ അവിടെ സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ അതാവുമ്പോൾ സ്റ്റുഡൻസ് സാധാരണ പറയാറുണ്ട്, സെമിനാർ ഏൽപ്പിക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുന്നു. കാരണം അത്രയും പേർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമല്ലേ. ഇൻഫർമേഷൻസ് ഒന്നും കുറയരുത്. മാക്സിമം ഡേറ്റാസ് അവരെ കളക്ട് ചെയ്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും കുട്ടികൾ അത് പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ലേണിംഗ് ത്രൂ ടീച്ചിങ്. അവര് നമ്മളെ പഠിപ്പിക്കുന്നു ആൻഡ് അവരും പഠിക്കുന്നു, ബാക്കി സ്റ്റുഡൻസും അത് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ഇവിടെ ടീച്ചർ എന്താ, ഒബ്സർവർ, അതായത് ഫെസിലിറ്റേറ്ററുടെ റോളിലേക്ക് മാറുവാണ്. ടീച്ചർ ഷിഫ്റ്റ് ചെയ്യുന്നു ഫെസിലിറ്റേറ്റർ ആയിട്ട്. നമ്മൾ സെമിനാർ കണ്ടക്ട് ചെയ്ത അതേ രീതി തന്നെ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റുഡൻസിന്റെ ഒരു വിഷാണ്. അവർക്ക് ചൂസ് ചെയ്യാം ഏത് രീതിയിൽ ഈ സബ്ജക്റ്റ് പഠിപ്പിക്കണം. ആ ലേണിംഗ് പ്രോസസ്സിലേക്ക് ഈ സബ്ജക്റ്റിനെ ഏത് രീതിയിൽ കൊണ്ടുവരാം. ഇപ്പോൾ തന്നെ നമ്മളുടെ ഫസ്റ്റ് PG സെഷൻസിലൊക്കെ നമ്മൾ ആ മാനേജ്മെന്റ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ റിലേറ്റ് ചെയ്തു അല്ലെ. പലതും
ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തു. അവര് എക്സ്പീരിയൻസ് ചെയ്ത പേഴ്സണൽ അവരുടെ എക്സ്പീരിയൻസിനോടും മറ്റുള്ളവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനോടും റിലേറ്റ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ പലതിനോടും റിലേറ്റ് അപ്പൊ അത് ഓരോരുത്തരുടെ രീതിയാണ്. അപ്പൊ ആ ലേണിംഗ് പ്രോസസ്സിന്റെ പാത്ത് സ്റ്റുഡന്റിന് ഡിസൈഡ് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് അപ്പൊ ഇഷ്ടമുള്ളത് പഠിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കിട്ടും. ലൈക്ക് അവരെ കൊണ്ട് അവരുടെ രീതിയിൽ ലേണിംഗ് പ്രോസസ്സ് അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴേക്കും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അവർ ഇതുപോലെ എടുത്തിട്ടായിരിക്കും അവർ ഈ ടീച്ചിങ് മെത്തേഡ് അവരെടുക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ടീച്ചറോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മറ്റേത് TCIയിൽ എങ്ങനെയാ, ടീച്ചറാണ് എല്ലാം ചെയ്യുന്നത്, ടീച്ചറാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെ, കുട്ടികൾ ആൻസർ ചെയ്യാനായിട്ട് പ്രഷറൈസ് ചെയ്യപ്പെടുന്നു. ഇവിടെ കുട്ടിക്ക് ടീച്ചറോട് ചോദിക്കാം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, മോന്റെയൊക്കെ സ്കൂളിൽ ഇങ്ങനെ SLC എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡന്റ് ലേണിംഗ് കോൺഫറൻസും പറഞ്ഞു ചെയ്തത്. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെല്ലാം അഡൽട്സിനോടാണ്. കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ലൈക്ക് അവരാണ് അവിടുത്തെ മെയിൻ എന്താ പറയാ മാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ചെയ്യാം. കുട്ടികൾക്ക് അവരുടെ രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. ഇത് പലപ്പോഴും PhD ചെയ്യുന്നവര്, റിസർച്ച് ചെയ്യുന്നവര്, അതിനൊക്കെ ഈ കൂടുതലും LCI ആയിരിക്കും. ഈ ടീച്ചേഴ്സ് അവിടെ സൈലന്റ് ആയിരിക്കും, സ്റ്റുഡൻസിന്റെ ആയിരിക്കും റോള് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു കുട്ടിയുടെ സെമിനാർ പ്രിപ്പയർ ചെയ്ത് അത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് അത് ടീച്ചറുടെ ഗൈഡൻസ് വാങ്ങാം. അങ്ങനെ പല കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെയൊക്കെ ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LCI തന്നെയാണെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പോവുമല്ലോ. ഓൺലൈൻ ചില വെബ്സൈറ്റുകൾ നമ്മൾ നോക്കും. ഇപ്പം നിങ്ങളിപ്പോ ഓൺലൈൻ കോഴ്സ് ഇതാണെങ്കിലും ഇതിന്റെ റിലേറ്റഡ് പല സ്റ്റഡീസിന് വേണ്ടിയിട്ട് പല ഇതും റെഫർ ചെയ്യുന്നതിന്റെ കൂടുതൽ യൂട്യൂബ് ഒക്കെ റെഫർ ചെയ്യും അല്ലെ. ഓരോ ടോപ്പിക്സ് റിലേറ്റഡ് വരുമ്പോൾ യൂട്യൂബ് റെഫർ ചെയ്യും. പിന്നെ ഗ്യാൻ കോഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും LCI മെത്തേഡിൽ. ഓക്കെ, നെക്സ്റ്റ് അതായിരുന്നു TCI LCI. ടീച്ചറുടെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളത്, കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന LCI. നെക്സ്റ്റ് ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ അതിൽ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ. ജസ്റ്റ് ലൈക്ക് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് പോലെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റിയൽ വേൾഡും ആയിട്ടായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും കൂടുതൽ ഈ ഒരു ടൈപ്പിലെ ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ്. ട്രഡീഷണൽ ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സിൽ നിന്നും മാറിയിട്ട് ശരിക്കും മോണ്ടിസോറി മെത്തേഡ് പോലെ തന്നെ ഈ അതായത് പഠിക്കുന്ന ലേണേഴ്സിനെ കൂടുതൽ എക്വിപ്ഡ് ആക്കുന്നു. തന്നെത്താൻ അവരൊരു ഓട്ടോ എഡ്യൂക്കേഷൻ നമ്മൾ പറയാറില്ലേ, അവർ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ കാണാം, കുറേ കാര്യങ്ങൾ തന്നെത്താൻ ചെയ്തു അല്ലെ. റിപ്പോർട്ട്സ് തന്നെ എഴുതി, കഥകൾ എഴുതി, റൈംസ് എഴുതി. അതെല്ലാം ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഐ ജസ്റ്റ് ഗീവ് ദ ഗൈഡൻസ്, ദാറ്റ്സ് ഓൺലി. ആ ഒരു ഗൈഡൻസ് കിട്ടി കംപ്ലീറ്റ് കാര്യങ്ങൾ പല രീതിയിലും ക്രിയേറ്റിവിറ്റി കൂടുതലായി, ഇമാജിനേഷൻ കൂടുതലായി, ഗ്രോത്തിൽ വ്യത്യാസം വന്നു, ഡെവലപ്മെന്റ് സ്റ്റേജസ് മാറി. ഇതെല്ലാം ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ പല ടീച്ചിങ് മെത്തേഡും കുറേയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡിൽ തന്നെ വരുന്നുണ്ട്. അത് ക്ലാസ് റൂമിൽ തന്നെ നിൽക്കാതെ നമ്മൾ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പോയി. അതായത് നിങ്ങൾ സർവേക്ക് പോയി, ടീച്ചിങ് പ്രാക്ടീസിന് പോയി, എല്ലാം കൂടുതലും ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തത്. ആ 1 hour ഓൺലൈൻ ക്ലാസ്സിൽ വന്നിരുന്ന് നമ്മൾ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ഞാൻ പറയാതെ തന്നെ ആ ഒരു സ്കൂളിലെ കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് പല ടീച്ചിങ് എയ്ഡ്സും ഉണ്ടാക്കി, പല മെറ്റീരിയൽസും ഉണ്ടാക്കി. നിങ്ങൾ ചിലത് വാങ്ങിച്ചു, പിന്നെ പലതും സ്വയം ഡിസൈൻ ചെയ്തു. അങ്ങനെയെല്ലാം പല കാര്യങ്ങളും ചെയ്തു. ഇതൊക്കെയാണ് ആക്ഷൻ ഓറിയന്റഡിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ് GCI. അതും ഒരു ടീച്ചിങ് മെത്തേഡാണ്. കുട്ടികൾ ഗ്രൂപ്പായിട്ടിരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ഗ്രൂപ്പായിട്ടിരുന്നിട്ട് ചില ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നതിനനുസരിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നു.
നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് ശരിക്കും ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്. ഓൺലൈൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത്. എന്നിട്ടും പെയർ ആയിട്ടിരുത്തി ചില ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. പിന്നെ മെഡിറ്റേഷൻ നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ആക്കി ഇരിക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ നല്ലപോലെ ഇന്ററാക്ട് ചെയ്യുന്നു. ഇന്ററാക്ട് ചെയ്തിട്ട് അവര് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഗ്രൂപ്പ് GCIയുടെ ഒരു രീതി. അപ്പൊ ഇന്ററാക്ഷനിലൂടെ അപ്പൊ പലർക്കും പല പല ഐഡിയാസ് ആയിരിക്കും. അങ്ങനെ എല്ലാ ഐഡിയയും കൂടെ വന്നിട്ട് നല്ല രീതിയിൽ അവർ ഇന്ററാക്ട് ചെയ്ത് അവര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പൊ അത് പിന്നെ കമ്പൈൻ സ്റ്റഡി, അതിന്റെ ഒരു ചെറിയ വേർഷനാണ് കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് GCIയുടെ. പക്ഷെ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരേപോലത്തെ ഒരു എന്താ ഇപ്പോഴത്തെ ഒരു ലാംഗ്വേജ് പറയുകയാണെങ്കിൽ വൈബ് അല്ലെങ്കിൽ പൾസ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരുമിച്ച് ഒരുപോലെ ആവാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെയാണ് ഒരേ രീതിയിൽ. ഇപ്പോ കോമ്പറ്റേറ്റീവ് എക്സാം PSCക്കൊക്കെ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവര്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നവര്, അവരും ഇതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി എന്നുള്ള രീതിയിൽ അതാണ് GCI ലേണിംഗ് അതുപോലത്തെ ഒന്നത്. ഓക്കെ, ഇത്രയുമൊക്കെ ആയിരുന്നു അത്. അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡിലൂടെയുള്ള ഇന്റർവെൻഷൻസും ഇന്ററാക്ഷൻസും ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നടക്കുന്നു. പിന്നെ ടെക്നിക്സ് ആൻഡ് മാക്സിംസ് ഓഫ് ടീച്ചിങ്. ടെക്നിക്സ് ആൻഡ് മാക്സിംസ്, അതായത് മാക്സിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൂൾ, പ്രിൻസിപ്പിൾ, ഗൈഡ് ലൈൻ, അങ്ങനെ പല മാത്സിൽ തന്നെ നമുക്കറിയാം കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒരു പ്രോബ്ലം നമുക്ക് തരുമ്പോഴേക്കും അക്കോർഡിംഗ് ടു ദാറ്റ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടായിരിക്കും അത് പ്രൂഫ് ചെയ്യാറ്. അപ്പൊ അതുപോലെ കുറെ ടെക്നിക്സും കുറെ മാക്സിംസും എല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഒരു ഇന്റർവീനിങ് കമ്പോണൻസ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് ഒരു ക്ലാസ് റൂമിലെ. പിന്നെ ടീച്ചിങ് എയ്ഡ്സ്, നമുക്കറിയാം ടീച്ചിങ് എയ്ഡ്സിനെ പറ്റി. കാരണം കൂടുതൽ വിഷ്വൽ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെർബലി നമ്മൾ ക്ലാസ്സിൽ എടുത്തു പോകുന്നതിന് പകരം കുട്ടികൾക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവർക്ക് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് പറ്റും. അതുപോലെ ചില സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂംസ് യൂസ് ചെയ്യും. ഓഡിയോ വിഷ്വൽസ് കേൾപ്പിക്കും. ഓഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിഷ്വൽ, ഓഡിയോയും വീഡിയോയും വിഷ്വൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ടീച്ചിങ് മെത്തേഡും ഒക്കെ കാണും. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഫെസിലിറ്റേറ്റർ, ടീച്ചറിനേക്കാൾ ഫെസിലിറ്റേറ്റർ ആണ് നല്ലത്. മോട്ടിവേഷണൽ ടെക്നിക്സ്, കുട്ടികളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് അവർക്ക് ആ പഠനം ആസ്വാദകരമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ലാസ്സുകളും അതും ഇതൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഒരു ടീച്ചർക്ക്, ഒരു ഫെസിലിറ്റേറ്റർക്ക് ഒരു കുട്ടികളെ എങ്ങനെ രസകരമായി ആ ലേണിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം, അതൊക്കെയാണ് മോട്ടിവേഷണൽ ടെക്നിക്സിൽ വരുന്നത്. ഓക്കെ, പിന്നെ ടീച്ചിങ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. നമുക്കറിയാം ഈ ആ ഒരു സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല, അതിലൂടെ കുട്ടികളെ എക്വിപ്ഡ് ആക്കുക, ആ ഒരു സ്കിൽ അവരിൽ വരിക. അവർക്ക് സോഷ്യലൈസ് ചെയ്യുന്നതിന്റെയും ലേണിംഗ് പ്രോസസ്സിന്റെയും എല്ലാം സ്കിൽസ് കുട്ടികളിൽ കൊണ്ടുവരിക എന്നുള്ളതും കൂടിയുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ആൻഡ് സ്കിൽസ്. നമുക്ക് ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഒരു കുട്ടികള് ലേണിംഗ് പ്രോസസ്സിലൂടെ, ചെറിയ കുട്ടികളുടെ കാര്യം നോക്കൂ, അവർ കൂടുതൽ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നത് ത്രൂ ക്ലാസ് റൂംസിലൂടെയാണ്. കാരണം അവർ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം കൂടുതലും ക്ലാസ് റൂമുകളിലാണ്, സ്കൂളുകളിലാണ് അല്ലെ. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ വലുതാകും തോറും പുതിയ പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ, അങ്ങനെ അവരുടെ ലാംഗ്വേജ് നന്നാകും. ആ സ്ലാങ് ഒക്കെ മാറി നല്ല പോലെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലുള്ള ആ ഒരു ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ, പിന്നെ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ, പല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് വരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും. ഇപ്പൊ ലാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സെമിനാർസ് അല്ലെങ്കിൽ ലാബ്. എക്സ്ട്രാ ആയിട്ട് നമ്മളുടെ തിയറി അല്ലാതെ പല കാര്യങ്ങളും വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രൊസീജിയേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പല പ്രൊസീജിയേഴ്സ്. പിന്നെ സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയായിരിക്കും? നിങ്ങളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയവരല്ലേ. സപ്പോർട്ടിംഗ് ഡിവൈസസ് എന്തൊക്കെയാണ് ഒരു ടീച്ചറെ സംബന്ധിച്ച്? ക്ലാസ് റൂമിലുള്ള സപ്പോർട്ടിംഗ് ഡിവൈസ് എന്തൊക്കെയാണ്? ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡ്, ചാർട്ട്സ്,
ചാർട്ട്സ്. അങ്ങനെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളത്. ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ട്. പിന്നെ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ ജാംബോർഡ്, ലാബുകളുണ്ട്. ലാബ്, ഫ്ലാഷ് കാർഡ്സ്. യെസ്, എന്താണോ നമ്മൾ ലേണിംഗ് എന്ത് സബ്ജക്റ്റ് ആണോ അതിനനുസരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെ. ഇപ്പൊ ലാബിലൊക്കെ ആവുമ്പോ കെമിസ്ട്രി ലാബ് ആണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള സപ്പോർട്ടിംഗ് ഡിവൈസ് ഉണ്ടാകും. ഫിസിക്സ് ലാബ് ആണെങ്കിൽ അതിനനുസരിച്ച്, മാത്സ് ചെയ്യിപ്പിക്കാൻ അതിനനുസരിച്ചുള്ള പല ഡിവൈസസ് ഉണ്ടാകും. ലാംഗ്വേജിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ളത് ഉണ്ടാകും. ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ട്. അപ്പോൾ കുട്ടികളെ വിഷ്വൽസ് കൂടുതലായിട്ട് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആണെങ്കിൽ ജാംബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു നമുക്കിങ്ങനെ രണ്ടുപേർക്കും, ടീച്ചർക്കും കുട്ടികൾക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ ആ ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. അതൊന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള ഇന്ററാക്റ്റീവ് ബോർഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ പ്രോഗ്രാമിംഗ് ചെയ്യുവാണ്, ഇപ്പൊ സോഫ്റ്റ്വെയർ പഠിക്കുന്ന ഒരു കുട്ടി കമ്പ്യൂട്ടർ ലാബിലെ പ്രോഗ്രാമിംഗ് ചെയ്യുവാണ്. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് ഒരു സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. ടീച്ചർക്ക് കുട്ടിയെ ആ ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കാണിക്കാം, അത് എൻട്രി ചെയ്ത് കാണിക്കാം, അങ്ങനെയുള്ളത്. പിന്നെ ചില ടീച്ചിങ് മെത്തേഡ്സിൽ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം ടാബ് കൊടുക്കും. അപ്പൊ ടാബില് അതും ഒരു സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. പിന്നെ പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്തിട്ട്, സ്മാർട്ട് ക്ലാസ് റൂമിലൊക്കെ അങ്ങനെയാണല്ലോ, പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വലുതാക്കി അവരത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ അതെല്ലാം സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചിങ്ങിന് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ടീച്ചിങ് വേരിയബിൾസ് ആണ്. ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതും ടീച്ചിങ്ങിന് ആ ലേണിംഗ് പ്രോസസ് കുറച്ചുകൂടി നന്നാക്കാനുമുള്ള സപ്പോർട്ടിംഗ് ഡിവൈസസ്. അതിൽ തന്നെ പല മെത്തേഡ് ഓഫ് ടീച്ചിങ് നമ്മൾ കണ്ടു. ടീച്ചർ ഡോമിനന്റ് ആയിട്ടുള്ളതും സ്റ്റുഡന്റിന് അവസരം കിട്ടുന്നതും, പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ആയിട്ടുള്ള ലേണിങ്ങും, പിന്നെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്ഷൻസ്, ആക്ടിവിറ്റി വരുന്നത് നമ്മളുടെ ഇതിനകത്ത് ആക്ഷൻ ഓറിയന്റഡ് നമുക്ക് നമ്മുടെ മെത്തേഡുമായിട്ട് നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലേണർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ സെമിനാർസ്. അങ്ങനെ ആ രീതിയിൽ അത് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു ദിവസം ഫെസിലിറ്റേറ്റർ ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഇസ് LCI ആണ്, ലേണർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ്. ആ ഒരു രീതിയിൽ ക്ലാസ് റൂം പോകും. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം അതിൽ പല ടീച്ചിങ് വേരിയബിൾ ഉണ്ട്. അപ്പൊ ഈ ക്ലാസ് റൂമിൽ ടീച്ചറും കുട്ടികളുമായുള്ള ഇന്റർവെൻഷൻസ് എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റവും യൂസ് ചെയ്യുന്ന മെത്തേഡും, ടീച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന മെത്തേഡും ഇതെല്ലാം ഈ ഒരു കമ്പോണൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്കറിയാം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് ശൂന്യമായിട്ട് ഉള്ള സംഭവമൊന്നുമില്ല. ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്കറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ട്. നമുക്ക് ക്ലാസ് റൂമിന് ഒരു വെർച്വൽ ആണെങ്കിലും നമുക്കൊരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാം. സോ ഈ സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതൊരു നമ്മളുടെ സോഷ്യൽ റിലേഷൻഷിപ്സ്, നമുക്കറിയാം ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ശരിക്കും കുറെ റിലേഷൻഷിപ്സ് വരുന്നുണ്ട്. ടീച്ചേഴ്സും തമ്മിൽ, ടീച്ചേഴ്സും ബാക്കി സ്റ്റാഫുകളും, ടീച്ചർമാരല്ലാത്ത സ്റ്റാഫ് ഉണ്ടാവും, ടീച്ചറും പ്രിൻസിപ്പളും ആയിട്ടും, ടീച്ചറും ആ ഒരു മാനേജറായിട്ട്, ടീച്ചറും കുട്ടികളുമായിട്ടും, ടീച്ചറും പാരന്റ്സുമായിട്ട്, ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും വരുന്നുണ്ടല്ലേ. ഒരു പാരന്റ്സുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫാമിലീസ് നിന്ന് വരുന്നതാണ്. അതൊരു സൊസൈറ്റി എന്നുള്ള ആൾക്കാരായിരിക്കും, ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയും റിലേഷൻസ് വരുന്നു. ഇതൊരു ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിനെ ഒരു വിത്തിൻ എ ഗ്രൂപ്പ്, ആ ഒരു ഉണ്ടാകുന്ന സോഷ്യൽ റിലേഷൻഷിപ്പിനെ മെഷർ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു സോഷ്യോമെട്രി, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു മെഷർമെന്റ് ടെക്നിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യും. ചിലപ്പോ ഫോക്കസ് പോയിന്റ് ടീച്ചർ ആയിരിക്കും, സംടൈംസ് ഫോക്കസ് പോയിന്റ് സ്റ്റുഡൻസ് ആയിരിക്കും. അങ്ങനെ പല കോൺടെസ്റ്റില് പലരും ആയിരിക്കും. അപ്പൊ ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തെല്ലാമാണോ അതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ മെഷറിങ്, അതാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സോഷ്യോമെട്രിക് ഇതിനകത്ത്
കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പ്രിൻസിപ്പൽ, മാനേജ്മെന്റിലെ അതർ സ്റ്റാഫ്, സെക്രട്ടറി എന്നോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈവൻ അവിടുത്തെ ഒരു സെക്യൂരിറ്റി, അടുത്ത അതർ സ്റ്റാഫ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെ പിന്നെ പാരന്റ്സ്, അങ്ങനെ ആരൊക്കെ വരുന്നോ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണോ, ഇവരെല്ലാമാണ് അതിനകത്തെ ആ ഒരു ഗ്രൂപ്പിലെ, ആ ഒരു റിലേഷൻഷിപ്പ് വരുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. ഇവര് തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യും. കുട്ടികള് ഒരു ടീച്ചർ വന്നു കഴിയുമ്പോൾ, ടീച്ചർ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ടീച്ചർ എടുക്കുന്ന കൊള്ളാം, മനസ്സിലാവുന്നുണ്ട്, എനിക്ക് അവിടെ എവിടെയും ക്ലിയർ ആയില്ല, ആ ഒരു ടോപ്പിക് ടീച്ചർ എടുത്തത് എനിക്ക് ക്ലിയർ ആയി, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു കുട്ടി. ടീച്ചറും കുട്ടികളെ അസസ് ചെയ്യും അല്ലെ. അപ്പൊ പരസ്പരം ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നു. ടീച്ചറും പാരന്റ്സും തമ്മിൽ മീറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് പാരന്റ്സിന് ടീച്ചറോട് സംസാരിച്ച കഴിയുമ്പോഴേക്കും കൊള്ളാം, ഒരു ഫീഡ്ബാക്ക് മനസ്സിൽ വരുന്നു. പാരന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ടീച്ചർ ഒരു ഇൻഡിവിജ്വൽ ഒരു കുട്ടിയുടെ പാരന്റിനെ കണ്ട് സംസാരിച്ച പാരന്റ് ഓക്കെ, ദേ ആർ കമ്മിങ് ഫ്രം ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി ടീച്ചറും ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ കംപ്ലീറ്റ് ഒരു ഇവാലുവേഷൻ ആണ് നടക്കുന്നത് ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. ഈവൻ ഇത് അറിയാതെയാണെങ്കിൽ പോലും ആ ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോമെട്രി എന്ന് പറഞ്ഞത് അതാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് മെഷറിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ എ ഗ്രൂപ്പ്. നമുക്കിവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ലേണേഴ്സും ടീച്ചേഴ്സും ആണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. സ്റ്റുഡൻസും ടീച്ചേഴ്സും ആണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ടീച്ചർ ദിവസം ചിലപ്പോ രണ്ട് പീരീഡ് അല്ലെങ്കിൽ 3 പീരീഡ് ഒരു ക്ലാസ്സിൽ വരുന്നു. ആഴ്ചയിൽ അവരൊരു 8 പീരീഡ് 10 പീരീഡോളം ഒരു ക്ലാസ്സിൽ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാണ്. സോ അവരുടെ ബിഹേവിയർ, അതായത് ഡിമിനിയർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ടു അതേഴ്സ്, മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളുടെ സ്വഭാവവും കുട്ടികൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴുള്ള സ്വഭാവവും ടീച്ചറുടെ ഒരു രീതിയും ടീച്ചർ ഓരോ കുട്ടികളോട് പെരുമാറുന്ന രീതിയും ഇതെല്ലാം പരസ്പരം റിവീൽ ചെയ്യപ്പെടുവാണ്, അവരറിയുവാണ്, കുട്ടികളും ടീച്ചർമാരും. അപ്പൊ അതെല്ലാം അവരെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ബിഹേവിയറൽ അനാലിസിസ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചപ്പോ ഒരു കുട്ടിയുടെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് ഒരു ടീച്ചർക്ക് പറ്റണം. അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ സൈക്കോളജി ഒരു പാർട്ടായിട്ട് വയ്ക്കുന്നത്. എഡ്യൂക്കേഷൻ സെറ്റിംഗിൽ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും സൈക്കോളജി, ആ സ്റ്റുഡൻസിന്റെ ബിഹേവിയർ മനസ്സിലാക്കാനുള്ള ആ മെത്തേഡ് അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയട്ടെ. അപ്പൊ ഒരു സൊസൈറ്റിയുടെ ഒരു ബെസ്റ്റ് പാർട്ട്, മെയിൻ പാർട്ടാണെന്ന് പറയാം സ്കൂൾസും കോളേജസും അല്ലെ. സ്കൂൾസും കോളേജസും എല്ലാം മെയിൻ പാർട്സ് ആണ്. അപ്പൊ അത് പല രീതിയിൽ എഫക്ട് ചെയ്യുന്നു, അതിന്റെ റിഫ്ലക്ഷൻസ്. അപ്പൊ ഒരു പർട്ടിക്കുലർ സ്ഥലത്തൊരു സ്കൂളുണ്ട്, അവിടെ നല്ല റിസൾട്ട് ആണ്. അപ്പൊ ആ നാട് ചിലപ്പോൾ അറിയപ്പെടുന്നത് ആ സ്കൂളിന്റെ ഒരു പേരിലായിരിക്കും, ആ ഒരു സ്കൂളിന്റെ പേരിൽ അറിയപ്പെടും. അതേസമയം അവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ പറയും അവിടുത്തെ കുട്ടികൾ അങ്ങനെയാണ്, അവിടുത്തെ കുട്ടികളുടെ രീതി ശരിയല്ല, അവർ പോകുന്ന കാണണം. അങ്ങനെയൊക്കെ ഒരു ശരിക്കും ആ ഒരു പിക്ചർ വരുവാണ് ആ ഒരു സൊസൈറ്റിയിൽ. അങ്ങനെ അപ്പൊ അവിടെ ഇവാലുവേഷൻ നടക്കുക, എല്ലാവരും നാട്ടുകാരും ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ ഒരു രീതി വരും. അപ്പൊ നമ്മൾ ഈ സോഷ്യോമെട്രി പറയുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അവര് അനലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് സ്റ്റുഡൻസ് ആവാം, അതൊക്കെ തന്നെയാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക്കുന്നത്. സ്റ്റുഡൻസ് ആകാം, ടീച്ചേഴ്സ് ആകാം, ടീച്ചിങ്, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആകാം, അഡ്മിനിസ്ട്രേഷനിലുള്ളവരായിരിക്കാം. പിന്നെ അങ്ങനെ പല രീതിയിലും. ഒമനേറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊസീഡ്, അക്കാദമിക്കിൽ നിന്നും വരുന്ന ഓരോരോ കമ്പണൻസും, അത് അവിടുത്തെ സ്റ്റാഫുകൾ ഏതൊക്കെ രീതിയിലുള്ള സ്റ്റാഫാണ്, അങ്ങനെ എല്ലാവരും അവരുടെ പല സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഏത് ഏരിയയിലുള്ള ആളാണെങ്കിലും, സ്റ്റുഡൻസ് തുടങ്ങി ടീച്ചേഴ്സ് തുടങ്ങി നോൺ ടീച്ചിങ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലുള്ളവര്, അതിന്റെ സെക്യൂരിറ്റി വിങ്ങിലുള്ളവര്, അങ്ങനെ എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവര് പരസ്പരം ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൊസൈറ്റി അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ മാറുന്നുണ്ട്. പിന്നെ ഈ ആ ഒരു സ്കൂളിൽ, ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ ചെന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുട്ടിയുടെ അഡ്മിഷൻ ആണെന്ന് വിചാരിക്കാം. പ്രിൻസിപ്പലിനെ കാണുന്നു, പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നു.
അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, നമ്മൾ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ കാണുവാണ്. നമ്മളും സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കും. അവരും അവരുടെ സ്കൂളിലേക്ക് വന്നതാണ്, ഒരു കുട്ടിയെ ചേർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവരും ആ ഒരു പക്വതയോടുകൂടി ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ അതാണ് അത്. അപ്പൊ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക നമുക്ക് തോന്നുവാണ് ഈ സ്കൂളിൽ പോവുക, പ്രിൻസിപ്പളിന്റെ ഒരു രീതിയൊക്കെ നല്ല ഇഷ്ടമായി, ഇവിടെ തന്നെ കുട്ടിയെ ചേർക്കണം. അവിടെയാണ് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ്. വെറും കമ്മ്യൂണിക്കേഷൻ അല്ല, ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്നപ്പോ അവിടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു. ശരിക്കും ഒരു ലേണിംഗ് സ്കൂൾ എന്ന് പറയുമ്പോൾ, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു ലേണിംഗ് ഔട്ട്കം എന്നുള്ളതിന് പോലെ തന്നെ അതിനൊരു ഇവാലുവേഷൻ ഇൻസൈഡും ഔട്ട്സൈഡും നടക്കുന്നുണ്ട് ഒരുപോലെ തന്നെ. പലപ്പോഴും ചിലപ്പോൾ ഒത്തിരി നല്ല സ്കൂളുകളുടെ ഒരു കുട്ടിയെ ചേർക്കാനൊക്കെ ആകുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യും അല്ലെ, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് റിവ്യൂസ് നോക്കും, സ്കൂളിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, സ്കൂൾ എത്ര വർഷമായി, സ്കൂളിന്റെ റേറ്റിംഗ്, ചിലതിന്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും, സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും ആളുകൾ, അപ്പൊ അത് നോക്കുക. പിന്നെ അതിന്റെ പ്രീവിയസ് അഡ്മിനിസ്ട്രേഷൻ അവിടെ എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. അപ്പൊ അതാണ് ആ സ്കൂളിനെ കുറിച്ച് ആളുകൾ പറയുന്നത്. അവിടെ ഒരു ഇവാലുവേഷൻ നടത്തുക, ദാറ്റ് ഈസ് സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ നിലനിൽപ്പ്, സ്കൂളിന്റെ ഒരു ഇമ്പോർട്ടൻസ്, സ്കൂൾ എത്രത്തോളം പ്രിവാലന്റ് ആണ്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സൊസൈറ്റിയിൽ എന്നുള്ളത്. കാരണം പല പല സ്കൂളുകളുണ്ട്. അപ്പൊ ചില സ്കൂളുകൾ നോക്കി തന്നെ ആളുകൾ അഡ്മിഷൻ പോകും. കാരണം അവർ കേട്ടിട്ടുള്ള നല്ല കാര്യങ്ങൾ, അവിടുത്തെ രീതികൾ എല്ലാം, പഠിപ്പിക്കുന്ന രീതി മാത്രമല്ല ബാക്കി ഉള്ളതെല്ലാം കൂടെ നോക്കിയിട്ട് പലപ്പോഴും ഒരു സ്കൂൾ തന്നെ ഫോക്കസ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നതാണ്. പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ഒരു ഓട്ടോക്രാറ്റിക് അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡെമോക്രാറ്റിക് രീതിയിലുള്ള ലീഡർഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷനിങ്, അങ്ങനെ ഒരു ആ ഒരു എല്ലാം ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കാണെങ്കിലും ആർക്കും അവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാവുമ്പോൾ ഇതിന്റെ അതായത് റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്. അതാണ് ഈ സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് റിലേഷൻഷിപ്പ് വിൽ എൻഹാൻസ് ദി നെയിം ഓഫ് ദ സ്കൂൾ അല്ലെങ്കിൽ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. നല്ല റിലേഷൻഷിപ്പ് ആ സ്കൂളിന്റെ പേര് നല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടും, അതെന്നും നിലനിർത്തപ്പെടും. ആ ഒരു ക്വാളിറ്റി, അതിന് വേണ്ടുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് മെത്തേഡാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ മെയിൻ ആയിട്ട് മെഷർ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളുടെ റിലേഷൻഷിപ്പ് ആണ് മെഷർ ചെയ്യുന്നത്. അതാണ് ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമ്മളത് ഓരോന്നായിട്ടും റിലേഷൻഷിപ്പ് പറഞ്ഞല്ലോ, ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഫസ്റ്റ് വൺ ആണ് ടീച്ചർ ആസ് ദ ഫോക്കസ്. അതിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചർ എപ്പോഴും ഫോക്കസ് ചെയ്യും അല്ലെ. നല്ല ഒരു ടീച്ചിങ് രീതിയാണെങ്കിൽ പാരന്റ്സും ഹാപ്പിയാണ്, കുട്ടികളും ഹാപ്പിയാണ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാപ്പിയാണ്, മാനേജ്മെന്റ് ഹാപ്പിയാണ്. അതേസമയം ടീച്ചിങ്ങിൽ എന്തെങ്കിലും പോരായ്മ വരുമ്പോൾ അത് എല്ലാരെയും ബാധിക്കും, കുട്ടികളെ ബാധിക്കും, പാരന്റ്സിനെ ബാധിക്കും, സ്കൂളിനെ ആകെ മുഴുവൻ ബാധിക്കും. ടീച്ചർ ആസ് ദ ഫോക്കസ്, ടീച്ചറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ടീച്ചർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതാണ് ടീച്ചർ. ടീച്ചർ എന്താ, കുട്ടികളുമായിട്ടും കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ പാരന്റ്സുമായിട്ടും കണക്ട് ചെയ്യണം. റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ് ടീച്ചർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അവരെ അസസ് ചെയ്യണം, അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യണം, പാരന്റ്സിനോട് റിപ്പോർട്ട് ചെയ്യണം, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട് റിപ്പോർട്ട് ചെയ്യണം. ഒരു ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി ശരിക്കും വളരെ കൂടുതലാണ്. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് നേരെ ടീച്ചറെ കോൺടാക്ട് ചെയ്താൽ മതി. ഈവൻ പാരന്റ്സ് വന്നാലും പാരന്റ്സിന് ആദ്യം കൺസേൺ ടീച്ചറെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ടീച്ചർ ശരിക്കും ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ടീച്ചറെ കണക്ട് ചെയ്യുന്നത് സ്റ്റുഡൻസ്, പാരന്റ്സ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ആ ഒരു സ്കൂളിന്റെ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടെല്ലാം ടീച്ചർ കണക്ട് ആവുന്നു.
അപ്പൊ ടീച്ചറുടെ കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാരന്റ്സിനോട് സംസാരിക്കുന്ന രീതി. പാരന്റ്സ് ചിലപ്പോൾ പല ബിഹേവിയർ ഉള്ള പാരന്റ്സ് ആയിരിക്കാം. ചിലപ്പോൾ വന്ന് ദേഷ്യപ്പെടുന്ന പാരന്റ്സ് ഉണ്ടാകും, അല്ലെ? അങ്ങനെ ഭയങ്കരമായിട്ട് ബേസ്റ്റ് ഔട്ട് ആവുന്ന പാരന്റ്സ് ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ടീച്ചർ വളരെയധികം ശ്രദ്ധിച്ചായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും. ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത്, പാരന്റ് കിടന്ന് ഷൗട്ട് ചെയ്യുന്ന പോലെ ടീച്ചർ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ആ ഒരു നമ്മള് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് ടീച്ചറുടെ ലെവൽ അങ്ങ് താന്നു പോകും. അത് ടീച്ചർക്കാണ് ടീച്ചറുടെ സ്റ്റുഡൻസിനെ പെട്ടെന്ന് മനസ്സിലാകുന്നത്, അല്ലെ? അവരുടെ എന്ത് കാര്യങ്ങളും, പഠിക്കുന്നതിലെ കാര്യങ്ങളാണെങ്കിലും അവരുടെ അല്ലാത്ത ലേണിംഗ് അല്ലാത്ത ബാക്കി എല്ലാ ബിഹേവിയറിലും അവരുടെ ഇമോഷൻസ് അങ്ങനെ എല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്നത് ടീച്ചർക്കായിരിക്കും. അവരുടെ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട്, പാരന്റ്സിനെ പറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം ആ ഒരു ടീച്ചർ അറിഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികളെ എങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ആ ടീച്ചർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ആ ടീച്ചർ തന്നെയാണ് നോക്കുന്നത്. സോ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ടീച്ചർ ദ മൊമെന്റിയസ് പോയിന്റ് ഇൻ ദിസ് എഡ്യൂക്കേഷണൽ എന്റർപ്രൈസ് ആണ്. മൊമെന്റിയസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ഫോക്കൽ പോയിന്റ് ആണ് ടീച്ചർ എന്ന് പറയുന്നത് ആ എഡ്യൂക്കേഷൻ എന്റർപ്രൈസസിന്. ശരിക്കും ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ ഇരിക്കരുത്, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം, പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ടീച്ചർക്ക് ചേരുന്ന രീതിയിലുള്ള പറയില്ലേ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ഡ്രസ്സും ചെയ്യാം, അങ്ങനെയുള്ള രീതിയല്ല. അവരുടെ ആ പ്രൊഫഷന് ചേരുന്ന രീതിയിൽ, അവരുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന രീതിയിലുള്ള അറ്റയർ ആയിരിക്കണം ഡ്രസ്സിങ്, ആ ഒരു രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അവർക്ക് റിലേഷൻഷിപ്സ് കൂടുതലായിരിക്കും. ഇത്രയും 30 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ 30 കുട്ടികളായിട്ടും 30 കുട്ടികളുടെ പാരന്റ്സുമായിട്ടും അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, കണക്ഷൻസ് ഉണ്ടാവും. പേഴ്സണലി ഒരു കുട്ടിയുടെ കാര്യം പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആ ഒരു സ്പേസ് ആ പാരന്റ്സുമായിട്ട് ആ ടീച്ചർ ഉണ്ടാക്കിയെടുക്കണം, ആ ഒരു ബോണ്ടിങ്. അതെല്ലാമാണ് അവരുടെ ഒരു മെയിൻ കാര്യം. ഒരു ഇമ്പോർട്ടന്റ് ആണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചറാണ്. നെക്സ്റ്റ് ഹ്യൂമൻ റിലേഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. നമുക്കിപ്പോ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ റിലേഷൻഷിപ്സ് പറയുന്നത് നമ്മളെല്ലാരും പല രീതിയിലുള്ള റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നത്. നമ്മള് മെന്റൽ ഹെൽത്ത് പഠിച്ച സമയത്ത് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ, നമ്മളൊരു ബന്ധം ചൂസ് ചെയ്യുമ്പോൾ, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ലൈക്ക് നമ്മളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെ ആകുമ്പോഴും, അത് മാത്രമല്ല നമ്മളിപ്പോ ഒരു നോട്ട്, അതായത് മാരേജ് കഴിഞ്ഞ് 2 വീടുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പൊ അതില് ഉള്ള ആളുകളുമായിട്ട് എങ്ങനെ അത് ഒക്കെ മാനേജ് ചെയ്യാൻ പോകാനായിട്ട് ഹ്യൂമൻ ഏത് രീതിയിൽ വന്നാലും ആ ഒരു റിലേഷൻഷിപ്സ്, ഹെൽത്തി റിലേഷൻഷിപ്പ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോ ചില ആളുകളുടെ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആണെങ്കിൽ പലപ്പോഴും അവർക്ക് റിലേഷൻഷിപ്സ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ബോർഡർ ലൈൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഭയങ്കര സ്വീറ്റ് ആയിട്ടൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും, പക്ഷെ എന്തെങ്കിലും ഭയങ്കര ക്ലോസ് ആവും. നമ്മളോട് ആരെങ്കിലും ക്ലോസ് ആവുമ്പോൾ നമ്മൾ പറയില്ലേ, ചെങ്ങാതി നിന്നായാലും കണ്ണാടി വേണ്ട എന്നുള്ളത്. അപ്പൊ അങ്ങനെ ക്ലോസ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം കണ്ട് നമ്മളത് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് ഈ ബോർഡർ ലൈൻ റിലേഷൻഷിപ്പുകാര് ഭയങ്കരമായിട്ട് ബേസ്റ്റ് ഔട്ട് ആവും. പിന്നെ അവർക്ക് നമ്മൾ ശത്രുവായി മാറും. അതേസമയം അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ ഫ്രണ്ട് നമുക്കൊരു കുറവ് വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. സോ റിലേഷൻഷിപ്പ് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം. അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുമ്പോൾ അത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും പലപ്പോഴും റിലേഷൻഷിപ്സ്, ഒരു നമ്മളൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ കൂടിയും നമുക്കവിടെ റിലേഷൻഷിപ്പ് വളരെ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണല്ലേ.
ബിസിനസ് ചെയ്യുന്നവര് അവർ വളരെ പ്ലീസിങ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നത് നമുക്കറിയാം, നമ്മൾ ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി ചെല്ലുന്നത് ഒരു ഭയങ്കര ചിരിച്ച് വന്ന് നമ്മളോട് എന്താണ് വേണ്ടത്, പക്ഷെ അവരുടെ ബിസിനസ് ആണത്. ആ ബിസിനസ് മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവർക്ക് അതുപോലെ നല്ലതാക്കി തന്നെ കൊണ്ടുപോകണം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസ് ആകുമ്പോൾ പലപ്പോഴും പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണ്ടി വരും, ഡയറക്റ്റ് റിലേഷൻഷിപ്സ് വേണ്ടി വരും, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്സ് വേണ്ടി വരും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കും. ഇപ്പൊ ആനുവൽ ഡേ നടക്കുന്നു, നമ്മൾ പാരന്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അത് കൂടാതെ പുറത്തുള്ള ബാക്കി പലരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ടീച്ചർമാർക്ക് ഓരോ റോള് കൊടുക്കുന്നു. ടീച്ചേഴ്സ് പല കാര്യങ്ങളുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ഒരാൾക്കായിരിക്കും, അല്ലാതെ വരുന്ന ഗസ്റ്റിനെ. അങ്ങനെ പല ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള വേരിയസ് ആക്ടിവിറ്റീസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുമ്പോൾ അവിടെയും റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ശരിക്കും ആ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഫക്റ്റീവ് എഫിഷ്യന്റ് ഫങ്ഷനിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം നമ്മൾ ഒരു സ്കൂളിൽ നമ്മുടെ കുട്ടികളുടെ ടീച്ചറെ കാണാൻ ചിലപ്പോൾ അവർ വളരെ റഫായിട്ട് പെരുമാറുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഒട്ടും ഒരു താല്പര്യം തോന്നില്ല. കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയാലോ എന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അല്ലെ, ആ ഒരു ഏരിയ. അപ്പൊ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഫങ്ഷനിങ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ടീച്ചർ ലേണർ റിലേഷൻസ്. ആ ഒരു ഓരോ റിലേഷൻസ്, ഹ്യൂമൻ റിലേഷൻസിൽ വരുന്ന ഓരോന്നാണ്. നമ്മൾ അത് പറഞ്ഞു പോയിട്ടുണ്ട്. ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ബന്ധം, കുട്ടികൾ തമ്മിലുള്ള ബന്ധം, സ്റ്റുഡൻസ് തമ്മിലുള്ള ബന്ധം, ടീച്ചേഴ്സ് തമ്മിലുള്ള ബന്ധം, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് തമ്മിലുള്ള ബന്ധം, ടീച്ചറും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ടുള്ള ബന്ധം. ലീവ് എടുക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലായിരിക്കും കൊടുക്കുന്നത്. ടീച്ചർക്ക് കിട്ടുന്ന സാലറി അതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമല്ലോ. ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻസ്, ടീച്ചറും പാരന്റ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുവാണ്, അല്ലെ. അപ്പൊ ആ റിലേഷൻസ്, അപ്പൊ ഇത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു റിലേഷൻഷിപ്സ് ഈ ഫേസസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ടീച്ചറും പ്രിൻസിപ്പളും ആയിട്ടുള്ള റിലേഷൻ, ടീച്ചറും അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാരുമായിട്ടുള്ളത്, ടീച്ചേഴ്സും കൊളീഗ്സുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ കുട്ടികളുമായിട്ടുള്ളത്, കുട്ടികളുടെ പാരന്റ്സുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുവാണ് ടീച്ചർ. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ചില ഓതേഴ്സ് റിലേഷൻഷിപ്പിനെ അക്കാദമിക്, സോഷ്യൽ ആൻഡ് പല ഒപ്പീനിയൻസിലൊക്കെ എടുക്കാറുണ്ട്. നമുക്കതൊന്നും വേണ്ട. അങ്ങനെ പല രീതിയിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കാദമിക് രീതിയിലുള്ള റിലേഷൻഷിപ്പ്, സോഷ്യൽ രീതിയിലുള്ള റിലേഷൻഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ രീതി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അക്കാദമിക് രീതിയിൽ വരുന്ന റിലേഷൻഷിപ്പ്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഷ്യൽ, അതായത് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്സ്, അങ്ങനെ പല രീതിയിലും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടൊരു ഡിവിഷൻ ആ രീതിയിൽ നമുക്ക് ജനറലി ഡിവിഷൻ നമ്മൾ പറഞ്ഞുപോയി. ഇങ്ങനെ പല രീതിയിലും ഇപ്പോ പല ഓതേഴ്സും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിനെ ഓരോന്നിനെയും ഒന്ന് പറയുക. ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വീക്കില് നമുക്ക് ഫ്രൈഡേ, സാറ്റർഡേ ആയിരിക്കും കേട്ടോ ക്ലാസ്. മോസ്റ്റ് പ്രോബ്ലി മിക്കവാറും 2 ദിവസം ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ ദിവസം ഓക്കെ ആണെങ്കിൽ 2 ദിവസം ടീച്ചർ തന്നെ എടുക്കുമായിരിക്കും. ഏപ്രിലിൽ തീരുവാണെങ്കിൽ നിങ്ങളുടെ 2 ബാച്ച് MT1, MT2, MT3, ചിലപ്പോൾ MT4കാർക്ക് പെട്ടെന്ന് തന്നെ PG അങ്ങ് തീർന്നാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. കോൺവൊക്കേഷൻ ഒക്കെ അങ്ങ് നടക്കുമല്ലോ. സോ കോഴ്സ് തുടങ്ങിയതേ ഓർമ്മയുള്ളൂ, അല്ലെ, തീരാറായി. ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്സ് ഇപ്പോഴും ആരുടെയോ കോളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ബാച്ചിലാന്ന് തോന്നുന്നു, ഞാൻ ക്ലാസ്സിലാന്ന് അറിയില്ലാന്ന് തോന്നുന്നു. രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ നിരന്ന മെസ്സേജ് ഉണ്ടാവും നിങ്ങളുടെ ഓരോ ബാച്ചിൽ നിന്നും ഓരോരോ സംശയങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് എനിക്ക് നോക്കി കഴിഞ്ഞ് എന്റെ ഷെഡ്യൂൾ മൊത്തം തെറ്റും. വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ടിരുന്ന് നോക്കി റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഓക്കെ, അപ്പൊ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ടീച്ചർ നോക്കൂ, ടീച്ചറുടെ മുമ്പിൽ 30 സ്റ്റുഡൻസ് ഉണ്ട്. 30 കുട്ടികളും 30 സ്വഭാവമായിരിക്കും, അല്ലെ. ആ ഒരു ബിഹേവിയർ അത് ടീച്ചർക്ക് മനസ്സിലാക്കി എടുക്കണം. അതിനനുസരിച്ച് കുട്ടികളോട് പെരുമാറാനായിട്ട് പറ്റും. അപ്പൊ അപ്പോഴാണ് അവർ കറക്റ്റ് ഒരു
ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലേക്ക് ഒന്ന് ഉയരുള്ളൂ. അതേസമയം എല്ലാ കുട്ടികളോടും ഒരുപോലെ പെരുമാറുന്നു, മീൻസ് ഒരേ രീതിയിൽ തന്നെ പഠിപ്പിക്കുന്ന രീതികളെല്ലാം ഒരുപോലെ. അവിടെ പ്രത്യേകിച്ച് ഔട്ട്കം ഒന്നും നല്ല രീതിയിൽ വരില്ല. ചില കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, ചില കുട്ടികൾക്ക് സമയമെടുക്കും. ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ മോള് പഠിക്കുന്ന സ്കൂൾ കേട്ടോ, കുറേ ഡിവിഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്. KG തുടങ്ങി +2 വരെ ഉണ്ട്. അത് കമ്പ്യൂട്ടർ സയൻസ്, ബയോമാത്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ്, അങ്ങനെ ഒക്കെ ഉണ്ട്. കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിയെയും പ്രിൻസിപ്പളിനും അറിയാം, ടീച്ചേഴ്സിനും അറിയാം. പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും, ക്ലാസ് ടീച്ചർ ഉൾപ്പെടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ നല്ല രീതിയിൽ കിട്ടുന്നത്. എനിക്കത് മനസ്സിലാവാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ സ്കൂള് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ പഠിച്ച ഒരു നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോൻ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. അപ്പൊ അവരോട് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ സ്കൂളിനെ പറ്റി എന്ന് വിചാരിച്ച് അന്വേഷിച്ചപ്പോ അവര് പറയായിരുന്നു ഇവരുടെ മോന് ഭയങ്കര ഒരു ഹൈജീൻ പ്രശ്നമുള്ള മോനാ. അവന് വേറൊരാള് ടോയ്ലറ്റ് യൂസ് ചെയ്ത് അവന് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ കുട്ടിക്ക് തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലർജി പ്രശ്നങ്ങളൊക്കെയാണ്, എപ്പോഴും പനി, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു വർഷം എങ്ങനെയൊക്കെ തള്ളി നീക്കി. ഇവനൊരു ജസ്റ്റ് അബോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഒരു വർഷം എങ്ങനെയൊക്കെ തള്ളി നീക്കി. പക്ഷെ കൊച്ചിന് എപ്പോഴും പനിയാ, അവിടുത്തെ ഒരു ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം. അങ്ങനെ ഇവര് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ TC വാങ്ങിച്ചു അവിടുന്ന്. ടീച്ചേഴ്സ് ഓരോരുത്തരായിട്ട് വന്ന് ഇങ്ങനെ ചോദിക്കും. ഇവൻ അങ്ങനെ ഭയങ്കര സ്റ്റുഡിയസോ ടോപ്പോ ഒന്നുമല്ല, ജസ്റ്റ് എബോ ആവറേജ്. ടീച്ചർമാര് പറഞ്ഞു ഞങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം, കുട്ടിയെ കൊണ്ടുപോകണ്ട, ഈ ഒരു വർഷം +2 ആണ്, +1 കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം, വേറെ എവിടെയെങ്കിലും CBSE സ്കൂളിൽ അഡ്മിഷൻ കിട്ടാന്ന് ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങൾ കെയർ ചെയ്തോളാം, ഇവിടെ തന്നെ പഠിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സ്നേഹത്തോടു കൂടിയുള്ള ഒരിതായിരുന്നു. അപ്പോ ഓരോ അവരവിടുന്ന് പറഞ്ഞു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നല്ല രീതിയിൽ കിട്ടുമായിരുന്നു. പക്ഷെ അവന്റെ ആരോഗ്യ പ്രശ്നം മൂലമാണ് അവരവിടുന്ന് TC വാങ്ങിച്ചെന്ന് ഇങ്ങനെ പറയുമോ. അത്രയും കുട്ടികളുണ്ടായിട്ട് എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നത്? അതൊക്കെ ആ ഒരു സ്കൂളിന്റെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പോസിറ്റീവ്നെസ് തന്നെയാണെന്ന് പറയും. കുട്ടികളുടെ ബിഹേവിയർ അതാണ് ആ ടീച്ചറുടെ ഒരു നല്ലൊരു ചലഞ്ചുമാണ്, ടീച്ചർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിഹേവിയർ മനസ്സിലാക്കുക, അതിനനുസരിച്ച് അവരെ ഡീൽ ചെയ്യുക. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ ഇവിടെ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി അതെല്ലാം വരും കേട്ടോ. ചിലപ്പോൾ ടീച്ചറോടുള്ള വിശ്വാസം കാരണം കുട്ടി പല കാര്യങ്ങളും റിവീൽ ചെയ്യുമായിരിക്കും. അപ്പൊ ടീച്ചർ കുട്ടിയുടെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ ഒക്കെ റെസ്പെക്ട് ചെയ്ത് അതെന്ത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ വളരെ സില്ലി ആയി തോന്നായിരിക്കും, പക്ഷെ പറയുന്ന വ്യക്തിക്ക് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരാൾ തന്നെയാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. കുട്ടികളുടെ ഇമോഷണൽ സപ്പോർട്ട് അതും ടീച്ചർ ശ്രദ്ധിക്കണം. അവരുടെ സൈക്കോളജിക്കൽ നീഡ്സ് അവരിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒത്തിരി കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏജിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ നീഡ്സ് മനസ്സിലാകണം. പിന്നെ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ്, അത് അവരോട് ചില കുട്ടികളോട് പെരുമാറേണ്ട രീതി, എല്ലാവരോടും ഒരേ രീതിയിൽ ചിലപ്പോൾ പെരുമാറിയാൽ കാര്യം നടക്കണമെന്നില്ല. ഇപ്പൊ കൊച്ചു കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ ചില കുട്ടികൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ചില കുട്ടികൾ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചും എല്ലാം ക്ലാസ് റൂമിൽ അത് മാനേജ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ ലിസണിങ്, ആക്റ്റീവ് ലിസണിങ്, കുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റണം, അവരുടെ സജഷൻസിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം, അവരുടെ ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലേണിംഗ് പ്രോസസ്സിലും ടീച്ചിങ് പ്രോസസ്സിലും അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. അതായത് 1 man ഷോ പോലെ ആയി പോരുത് ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഇത്. നമ്മുടെ ക്ലാസ്സിൽ ഏതാണ്ട് 1 man ഷോ ആയോ എന്ന് എനിക്ക് സംശയം, സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് സെമിനാർസ് കൂടുതലായി നിങ്ങൾ 5 minutes ഒക്കെ വരുന്ന രീതിയിൽ കൊച്ചു കൊച്ചു ടോപ്പിക്സ് ഒക്കെ എടുത്ത് സെമിനാർസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ക്ലാസ് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകും. എനിക്ക് തോന്നുന്നു മോഡൽ എക്സാം MT3 കഴിയുമ്പോഴേക്കും അങ്ങനെ നെക്സ്റ്റ് ടോപ്പിക്സ് ഒക്കെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പരസ്പരം ഒന്ന് ആലോചിച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് ക്ലാസ്സിൽ സെമിനാർസ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു 4-5 പേരുടെ സെമിനാർ 5 minutes ടോപ്പിക് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലപോലെ അത് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടീച്ചറും സ്റ്റുഡന്റും ആയിട്ട് വരുമ്പോൾ. ടീച്ചർ ലേണർ, പിന്നെ സപ്പോർട്ടീവ് നേച്ചർ ആയിരിക്കും അല്ലെ ടീച്ചർ. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു
ക്ലൈമറ്റ്, ഇമോഷണൽ ക്ലൈമറ്റ് ആയിരിക്കണം ക്ലാസ് റൂമിൽ. കുട്ടിക്ക് ഒരു നെഗറ്റീവ് ഫീൽ, ഒരു നെഗറ്റീവ് പൾസ് ക്ലാസ് റൂമിൽ നിന്ന് ഫീൽ ചെയ്യരുത്. അങ്ങനെ വന്നാൽ പോവില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, മോൻ 10th പഠിക്കുന്നത്. അപ്പം ഒരു ടീച്ചറുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്ന്. ആ ടീച്ചറിന്റെ സബ്ജക്റ്റ് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കും, ടീച്ചർ പറയുന്ന അനുസരിക്കും, നല്ല മാർക്ക് ടീച്ചറുടെ. ബാക്കിയൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ടീച്ചറിനോടൊരു ഇഷ്ടം കാരണം അത് ചെയ്യും. അങ്ങനെ എന്തോ ഒരു കേസ് വന്നപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് ഇതിനെ ചോദ്യം ചെയ്തു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തോ ചെയ്തു. അതിനുശേഷം ഏറ്റവും ദേഷ്യമുള്ള ടീച്ചറായി മാറുകയും ചെയ്തു പറയാം. അപ്പൊ ആ ഒരു ചേഞ്ച് എന്ത് പെട്ടെന്ന് കുട്ടികളിൽ ആ ഒരു ചേഞ്ച് വന്നത്. പിന്നെ ദേഷ്യമോ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, കിടന്നുറങ്ങുന്നു, ആ ഒരു രീതിയിലായിപ്പോയി. അപ്പം അതുവരെ നല്ല രീതിയിൽ വന്നിട്ട് ഒരു പെട്ടെന്ന് ചെറിയൊരു പ്രശ്നം കാരണം ആ കുട്ടിയിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ്. അപ്പൊ അതാണ് ആ ഒരു സപ്പോർട്ടീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷണൽ ക്ലൈമറ്റ് അത് ക്ലാസ് റൂമിൽ വേണം. അത് കുട്ടികളുടെ ഇമോഷൻ, കാരണം കുട്ടിക്ക് ഇമോഷണൽ നീഡ്സ് ഭയങ്കരമാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഭയങ്കര കുറവ്, ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കുന്ന ഒരു ഏജ് ആണ് ശരിക്കും കുട്ടികളുടെ ആ സ്കൂൾ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി, പിന്നെ അവരെ പഠിക്കുന്ന കാര്യത്തിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, പഠനം രസകരമാക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ, അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ അവരുടെ അച്ചീവ്മെന്റ് എന്തെങ്കിലുമൊക്കെ പഠിച്ച് പാസ്സായാൽ പോരാ, ആ ഒരു അച്ചീവ്മെന്റ് നല്ല ലെവലിലുള്ള അച്ചീവ്മെന്റ് ആയിരിക്കും. മാർക്ക് വാങ്ങി ടോപ്പ് ആകുക എന്നുള്ളതിന്റെ അതല്ല, അതിനൊപ്പം അവര് അക്വയർ ചെയ്യുന്ന നോളജ് അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ, വെറുതെ കുറെ കാണാതെ പഠിച്ച് കുറെ മാർക്ക് വാങ്ങുന്ന രീതിയല്ല, നല്ല രീതിയിൽ അവരുടെ ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോയി അവരെ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആയിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത് അല്ലേ. നല്ലൊരു സ്കിൽഫുൾ ആയിരിക്കണം, എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി. അവിടെ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ലൊരു ബോണ്ടിങ്, നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പോകണം എന്നാണ് പറയുന്നത്. നല്ല ക്ലാസ് റൂം കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ചാനൽസ് ആയിരിക്കണം. പിന്നെ കുട്ടികളിലെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും, പലപ്പോഴും അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇത്തിരി ടഫ് ആയിരിക്കും. അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് ടീച്ചറുടെ അടുത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പിന്നെ സിലബസിലെ ഫ്ലെക്സിബിലിറ്റി, പലപ്പോഴും പഠിക്കാൻ കുറെ ഉണ്ടായി വരുമ്പോൾ ഈ ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ വല്ലാതെ കുറഞ്ഞു പോകും. പിന്നെ ഗ്രൂപ്പില് ഈ ഫീലിംഗ് ഉണ്ടാകണം, അല്ലാണ്ട് ഒരു ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ ഡോമിനേറ്റ് ചെയ്ത ഐ ഫീലിംഗ് അല്ല, ഞങ്ങൾ എന്നുള്ളൊരു ഫീലിംഗ്. പിന്നെ വളരെ ഫ്രണ്ട്ലിനെസ്, ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം. പിന്നെ സ്റ്റുഡൻസിനെ പല കാര്യങ്ങളും ഏൽപ്പിക്കണം. സ്റ്റുഡന്റ് ലീഡർഷിപ്പ്, അവരവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചർ ലേണർ ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത്. ഓക്കെ, നമുക്കിത് ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു. കുറച്ച് ഒരു ക്ലാസ് കൂടെ ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് കുറെ ഇങ്ങനെ വായിക്കാനുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണ്. എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ ക്ലാസ് റൂം മാനേജ്മെന്റ്, ഒരു എഡ്യൂക്കേഷൻ അക്കാദമിക് ഏരിയയിൽ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ സെറ്റിങ്സ് വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ളതൊക്കെയാണ്. ഓക്കെ ഓക്കെ, സോ വേറൊന്നുമില്ലല്ലോ. നാളെ എക്സാം എഴുതുന്ന മാം നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ടാവും? ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാം ഞങ്ങളുടെ ഈ PG കോഴ്സ് ലൈക്ക് ഓരോ ഇത് യൂണിറ്റ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആഫ്റ്റർ മോഡൽ അല്ലേ ഇട്ട് തുടങ്ങുള്ളൂ? അതത്രേ ഉള്ളൂ. കാരണം മറ്റവരുടെ ഫസ്റ്റ് ബാച്ചിന്റെ മോഡൽ എക്സാം കഴിഞ്ഞതിന്റെ പുറകെ വൈവയും നിങ്ങളുടെ മോഡലും വന്നു. അപ്പൊ അതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഷെയർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ ഇടയിൽ കൂടെ അത് ഷെയർ ചെയ്യുമ്പോഴേ കൺഫ്യൂഷൻസ് വന്ന് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് അതാണ് ഈ മാറ്റി വെച്ചത്. പുതിയ പുതിയ ബാച്ചുകളുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും റെഡിയാ, പക്ഷെ നമുക്ക് ഷെയർ ചെയ്യാൻ ആ ഒരു ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. മാം അപ്പൊ നമ്മുടെ മെയിൻ എക്സാം ഏപ്രിലില് ഇപ്പൊ ഡിപ്ലോമക്കാരുടെ നടക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് എക്സ്ട്രാ 2 ദിവസം നമ്മുടെയും കൂടി വരും. അപ്പോഴേക്കും നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്കൊരു 10 days എങ്കിലും തരും. PGയുടെ 2 പേപ്പറല്ലേ ഉള്ളൂ, അത് പ്രിപ്പയർ ചെയ്യാൻ. മറ്റേതിന്റെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് അപ്പൊ ആ ഒരു ഇൻ ബിറ്റ്വീൻ വൈവയൊക്കെ നടത്തിയിട്ട്
എക്സാം കണ്ടക്ട് ചെയ്താൽ മതിയല്ലോ. മോഡൽ എക്സാം കഴിയുമ്പോൾ വൈവ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ടാ മെയിൻ എക്സാം. അപ്പോഴേക്കും ഫസ്റ്റ് ബാച്ചിന്റെ വൈവ കഴിയണം. ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങാൻ. അയ്യോ, അപ്പോഴേക്കും അടുത്ത ബാച്ച് വരും. ഉറങ്ങലൊന്നും നടക്കും തോന്നാനില്ല. വെക്കേഷനും ആവുമല്ലോ. വെക്കേഷൻ ആവുമ്പോ നമ്മളിങ്ങനെ മരിച്ച് ക്ലാസ് എടുക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അങ്ങനത്തെ ടീച്ചർ ഉറങ്ങാത്ത ക്ലാസ്. അതെ, അങ്ങനെ വരും. അപ്പൊ മോള് ഹോസ്റ്റലിൽ നിന്ന് വരും. വന്നു കഴിഞ്ഞാൽ അടുക്കള ഏറ്റെടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താകും എന്തോ അറിയില്ല. കിച്ചൺ അവളെ ഏറ്റെടുക്കാൻ പോവാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല, മിസ്സിന് കുറെ സമയം ഉണ്ടാവും. അതെ. ഞങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ? നിങ്ങളുടെ 2 സബ്ജക്റ്റിന്റെ ആയിട്ടുള്ളൂ. നാളത്തെ ഞാൻ സബ്മിറ്റ് ചെയ്തു. സെക്കൻഡ് വൺ കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ കൊടുക്കും. സബ്മിറ്റ് ചെയ്തിട്ട് ടീച്ചർ കഷ്ടപ്പെട്ട് കുറെ ഉള്ളിന്നൊന്നും ഇടണ്ട, സിമ്പിൾ ആയിട്ട് ഇട്ടാന്നാ മതി ഞങ്ങൾക്ക്. അങ്ങനെയുള്ള കുനിഷ്ഠ ബുദ്ധിയൊന്നും കാണിക്കാൻ സമയമില്ല, അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് നോക്കും, എന്തെങ്കിലും മിസ്റ്റേക്ക് അറിയാതെ ഓപ്ഷൻസ് മാറിയിട്ടുണ്ടോ എന്നൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ഞാനൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് ഫസ്റ്റ് 5 സബ്ജക്ട്സ് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. 6ാമത്തെ അശ്വതി മിസ്. പിന്നെ സാറല്ലേ നിങ്ങൾക്ക്, ജോബ് സാറല്ലേ ഇംഗ്ലീഷ്? പിന്നെ സാറ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. സാറ് ഭയങ്കര സ്പീഡ്. പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. മാം അന്നേരം ഓരോ കുട്ടികൾക്ക് രജിസ്റ്റർ നമ്പർ ഒക്കെ എങ്ങനെയാണ് സെൻഡ് ചെയ്യണ്ടേ? രജിസ്റ്റർ നമ്പർ ഉണ്ടാവൂലേ ഒരാൾക്കും? നിങ്ങൾക്ക് ആ സമയത്തല്ലേ റോൾ നമ്പർ തരുന്നേ? ക്ലാസ് റൂമിൽ എന്തോ ഇടുവോ? എനിക്ക് അതിനെ പറ്റി ഓൾറെഡി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് മാം ഗ്രൂപ്പില്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു 156 അങ്ങനെ എന്തൊക്കെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ അല്ലേ നമ്മുടെ ആ ഗൂഗിൾ ഫോമിലൊക്കെ ലാസ്റ്റ് മോഡലിന് ചെയ്ത പോലെ ടൈപ്പ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുവാണെന്ന് തോന്നുന്നു. ചിലര് പക്ഷെ ഇങ്ങനെ ജോയിൻ ആയിട്ട്, ഞാൻ എക്സാം ടൈമിലൊക്കെ ഞാനും കയറിയിരിക്കുമായിരുന്നു കേട്ടോ ഈ ഫസ്റ്റ് ബാച്ചിന്റെ. നിങ്ങളുടെയും ഉണ്ടാവും. അപ്പൊ ജോയിൻ ആയിട്ട് റോൾ നമ്പർ കിട്ടിയില്ല എന്ന് പറയുമ്പോ ആ ഇൻസ്റ്റന്റിൽ നമ്പർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്പർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതെ മാം, ഇന്ന് ലിസ്റ്റില് കുറെ പേരുടെ പേര് ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് നമ്മള് മെയിൻ എക്സാമിന് മുന്നേ കറക്റ്റ് ഇനീഷ്യലും അവരുടെ ഫുൾ നെയിമും ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അത് നമ്മുടെ ആഡ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് ഗ്രൂപ്പിനകത്ത്. MCQ ഭയങ്കര പാടാ. നമുക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. കാരണം മറ്റേ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കിട്ടും. പക്ഷെ MCQ നമ്മൾ ഓപ്ഷൻസ് ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ എങ്ങനെയും നമുക്ക് പുതിയതൊന്നും ഉണ്ടാക്കലൊന്നും നടക്കില്ല. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം, ഓപ്ഷൻസ് മാറ്റാം, അങ്ങനത്തെ പല പല കാര്യങ്ങളും. ടീച്ചർ, അപ്പൊ നമ്മുടെ മെയിൻ എക്സാം ഏപ്രിൽ 1 ആയിരിക്കും അല്ലേ? മെയിൻ എക്സാമോ നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ വൈവയൊക്കെ കഴിയുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് പോയിട്ട് മാമിനോടൊന്ന് സംസാരിക്കണം. എന്തായാലും ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ MT4കാർക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടാകുമായിരിക്കും. ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ തന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട്, പിന്നെ അങ്ങനെ ഓരോ ബാച്ചിന് അതിനനുസരിച്ച്. ഇപ്പൊ ആർക്കെങ്കിലും വരാൻ പറ്റാതെ ഉള്ളവരുണ്ടെങ്കിൽ ആ ബാച്ചിന്റെ കൂടെ ജോയിൻ ആവാം പ്രാക്ടിക്കൽ സെഷൻ. മാം അന്ന് പറഞ്ഞിരുന്നു ഏതൊക്കെയോ പാർട്ടീസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. മാമിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിങ്ക് ടവർ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്, പിന്നെ എന്തായിരുന്നു നമ്പർ റൂട്ട്സ്, അത് വന്നിട്ടുണ്ടെന്ന് മാം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു തിയറി സെഷനും ഉണ്ടാകും ഓൺലൈൻ, ഒരു പ്രാക്ടിക്കൽ സെഷനും ഉണ്ടായിരിക്കും. തിയറി കംപ്ലീറ്റ് മോഡ്യൂൾ 1ഉം പ്രാക്ടിക്കൽസ് മോഡ്യൂൾ 3 കുറെ ഡെമോൺസ്ട്രേഷൻസ് ഇല്ലേ, അത് മുഴുവനും നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് നമ്മൾ വായിച്ച്, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുക, ഒരു കുട്ടിയെ പോലെ നമ്മൾ ചെയ്തു നോക്കുക, അതൊക്കെ നമുക്കുള്ളത്. ക്ലാസ്സിൽ അത് കാര്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല.
പ്രാക്ടിക്കൽ നമ്മുടെ ലൈഫ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എല്ലാ മെറ്റീരിയൽസും ഒന്ന് പ്രസന്റ് ചെയ്യും ഓൺലൈനിൽ. അതിന് ടൈം എത്ര എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ 1 hour എന്ന് വിചാരിച്ചാൽ 1.5 hours അങ്ങനെ പോകും. ആ ഒരു സെഷൻ നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇന്റർവ്യൂസിന് പോകുമ്പോൾ അങ്ങനെ പോകുമ്പോ ഒക്കെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും കൂടെ വരുന്ന രീതിയിലാണ് ആ ഒരു സെഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തിയറിയുടെ സെഷൻ ആണെങ്കിലും പ്രാക്ടിക്കലിന്റെ സെഷൻ ആണെങ്കിലും അപ്പൊ നമുക്ക് 1.5 hours കൊണ്ട് തീരുമോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നല്ല പോലെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരും വന്ന് ഇരിക്കുക. വെക്കേഷൻ ടൈമും ആയിരിക്കും മിക്കവാറും ഉള്ളൂ. അപ്പം തുടക്കം ഒക്കെ ആവുമ്പോൾ ആരും യാത്രകളൊന്നും പോവില്ല എന്ന് വിചാരിക്കണം. കാരണം പിന്നീട് ഇരുന്ന റെക്കോർഡ് ക്ലാസ് കാണാന്നാണ് ആരോ പറഞ്ഞിട്ടായിരുന്നു ക്ലാസ്സിൽ. ഒരു മാസം എങ്ങാണ്ട് ഓൺലൈൻ ക്ലാസ്സിന് വന്നില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ബോറടിക്കുമായിരുന്നു. ലൈവിന് തന്നെ വന്നതാ ഇഷ്ടം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിപ്പോ ലൈവ് ഭയങ്കര ബോറിംഗ് ആണ്. ലൈവ് നമുക്ക് വരാൻ പറ്റിയില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് വരുമ്പോ നമ്മൾ ആ റെക്കോർഡ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുക. നൈറ്റ് ക്ലാസ്സുള്ളവർക്ക് പ്രശ്നമില്ല. ഈ പകല് ക്ലാസ്സുള്ളവര് ജോലിക്ക് പോകുന്നവര് അവരെന്നിട്ട് ഓഫീസിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച ആ ഒരു ടൈമിൽ വന്നിരിക്കും ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ അവര് പറയും ഞങ്ങൾ ആ ഒരു ടൈം ഇങ്ങനെ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് വന്നിട്ട് ഇരിക്കുവാന്നൊക്കെ പറയും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് ഭാവനയെ എന്താ പറയാ വൈവ ചെയ്തപ്പോ ഭാവന എന്നോടൊരു കാര്യം പറയുണ്ടായിട്ടോ. അപ്പൊ അത് ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഭാവന പറഞ്ഞത് ഓഫ്ലൈൻ ആയിട്ട് മോണ്ടിസോറി ക്ലാസ്സസ് കൊടുക്കുന്ന പലതും ഭാവന അന്വേഷിച്ചു. ഭാവന പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ ക്ലാസ്. അവര് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു, നമ്മൾ അത് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നു. അപ്പൊ വലിയ വ്യത്യാസമൊന്നും ഭാവനയ്ക്ക് ഫീൽ ചെയ്തില്ല എന്നാണ് ഭാവന വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആരോ ഒരാള് എവിടെയോ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഇങ്ങനെ പറഞ്ഞു. അവര് ചോദിച്ചു എങ്ങനെയാ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നത്, പ്രാക്ടിക്കൽ സെഷൻ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ, ഓൺലൈനിലല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഓൾറെഡി വന്നു പോയി കഴിഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു ഫസ്റ്റ് ബാച്ച് വന്നു പോയത് അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ അറിഞ്ഞില്ല മിസ്, അറിഞ്ഞിരുന്നെങ്കിൽ അവരോട് പറയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറയണ്ടായി. അറിയണില്ല ചില കാര്യങ്ങളൊന്നും ചിലര് വീട്ടിൽ, കാരണം വെച്ചാൽ ക്ലാസ് മിസ്സാവുന്നൊക്കെ ആയിരിക്കാം. പെൻഡിങ് വർക്ക്സ് വെക്കല്ലേ, കാരണം എന്നതേ ഓരോ ദിവസവും വിളിച്ചിട്ട് അതെങ്ങനെയാ ചെയ്യണ്ടേ ഇതെങ്ങനെയാ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുക ലാസ്റ്റ് മൊമെന്റില്. കാരണം ഇന്ന് വന്ന ഒരെണ്ണത്തിന് ഞാൻ അവസാനം മെസ്സേജ് അയച്ചു, ഞാൻ ഭയങ്കര തിരക്കിലാണ്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക, ആരോടെങ്കിലും വേറെ ക്ലാസ്സിലുള്ളവരോട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു നമുക്ക് ലാസ്റ്റ് മൊമെന്റ് ഒക്കെ ആകുമ്പോഴേ നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കും പ്രശ്നമില്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിങ്ങനെ കൊറീസ് വന്നുകൊണ്ടിരിക്കും, ഭയങ്കര ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും. ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഡൗട്ട് അല്ലേ. നമ്മൾ ആ ഒരു ടൈമില് ഒരു ദിവസം ഒരു ½ hour സ്പെൻഡ് ചെയ്താൽ മതി. പുതിയ ബാച്ചിലെ കുട്ടികളോട് ഇനി പറയണം, ഒരു ദിവസം നിങ്ങളൊരു 20 to 30 minutes ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കൂ, ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. കാരണം ഞങ്ങൾക്ക് കോഴ്സ് തീരുന്നതിന് 1 month മുമ്പാണ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നത്. ഞാൻ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തന്നിരുന്നെങ്കിലോ, എന്നിട്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നുക. ഇത് ലാസ്റ്റ് മൊമെന്റിലാ തരുന്നത്. ആ ഒരു എക്സാമിന് 1 month മുമ്പ് 5 റെക്കോർഡ്സ് എഴുതുക, പിന്നെ വലിയൊരു അസൈൻമെന്റ്, അതൊക്കെ. അതുകൊണ്ടാണ് അത് ഞാൻ കുറെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നുപോയത്. അപ്പൊ നോക്കുമ്പോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ബാച്ചിലെ ചിലരൊന്നും തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണേ. സോ ചെയ്യൂ, കാരണം ജൂണൊക്കെ ആകുമ്പോ പെട്ടെന്ന് ചിലപ്പോ നമുക്ക് നല്ല ജോബ് ഓഫർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റൂ, പോയല്ലേ പറ്റൂ. ഓക്കെ, അപ്പൊ നാളത്തെ എക്സാം നല്ലപോലെ എഴുതാം. വൈവ എവിടെയെങ്കിലും ഒരു വീക്ക് ആയാൽ നിങ്ങളുടെ ഈ മാർക്ക് കൺസിഡർ ചെയ്യാം, ഞാൻ വാക്ക് തരുന്നു. മോഡൽ എക്സാമിലെ വാക്ക് കേട്ടോ. താങ്ക് യു മാം. വെറുതെ മാർക്ക് തരാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വേണ്ടേ. മാം ഞാൻ ഇന്നായിരുന്നു പേര് അതിനകത്ത് സമയം സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്, പക്ഷെ ലിസ്റ്റിനകത്ത് വന്നപ്പോ ഇല്ലായിരുന്നു.
ഇന്നായിരുന്നോ പേര് ശരണ്യ കൊടുത്തത്? ഇന്ന് ഏത് ടൈം ആയിരുന്നു? ഇന്ന് 8 to 9 PM ആ കൊടുത്തത്. നൈറ്റ് ആയിരുന്നോ കൊടുത്തേ? നമുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടാ നടക്കാത്തെ. ഈ ശരിക്കും PG ക്ലാസ് വ്യാഴം വെള്ളി ആയിരുന്നല്ലോ. ശരിക്കും PGയുടെ ക്ലാസ് വ്യാഴം വെള്ളിയല്ലേ ശരണ്യ? അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരീക്ഷ MT3-കാർക്ക് എക്സാം ആയത് കാരണം PG ക്ലാസ് മൺഡേ ട്യൂസ്ഡേ ആക്കി. അപ്പൊ ഞാനും അശ്വതിയും ഫ്രീ ആയിട്ടുള്ള ടൈം ആയിരുന്നു കൊടുത്തത്. അതിനനുസരിച്ചാണ് നിങ്ങളെ കൊണ്ട് സ്ലോട്ട് ഫില്ല് ചെയ്യിച്ചത്. അപ്പൊ പെട്ടെന്ന് പരീക്ഷ വന്നപ്പോ നമ്മൾ ആദ്യം സ്ലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എക്സാം ആയത് കാരണം PG ക്ലാസ് മൺഡേ ട്യൂസ്ഡേയിലേക്ക് മാറ്റിയത്. അപ്പൊ നമുക്ക് മൺഡേ നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ കൺഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ ടൈം ടേബിൾ വൈവയുടെ തന്നപ്പോ അങ്ങനെ ആക്കിയത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ ഇതിന് വേറെ ദിവസം വെക്കോ? വെക്കും. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഈ ആഴ്ച വെനസ്ഡേ ഞാൻ ഫുൾ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വെനസ്ഡേ 10 to 4 എന്നുള്ള രീതിയിൽ വൈവയ്ക്ക് ടൈം ഞാൻ ആദ്യം കൊടുത്തു. പക്ഷെ പെട്ടെന്നാണ് എനിക്കൊരു എമർജൻസി വന്ന് എനിക്ക് വീട്ടിലൊന്ന് പോകേണ്ട വന്നു. അതുകൊണ്ടാണ് വെനസ്ഡേ സ്ലോട്ട് ഇടാതിരുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് വീക്കില് വരും. അപ്പൊ നെക്സ്റ്റ് വീക്കിലെ കൺഫർമേഷൻ നമ്മള് ഒരു ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ, Thursday Friday ഒക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ളത് പറയുമ്പോഴേക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് ഇടും. അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് വൈവയുടെ സ്ലോട്ട് ഇടുന്നത്. ഒരുമിച്ചിടാതെ 2 ഡേയ്സിന്റെ ഇടുന്നത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലേ. അതുകൊണ്ടാണ്. ക്ലിയർ ആയില്ലേ? വരും, എല്ലാവരുടെയും വരും. അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇപ്പം ഈ ആഴ്ചത്തെ മുഴുവൻ ഇട്ടിട്ടുണ്ട്. സാറ്റർഡേ വരെയുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനി Thursday Friday ആകുമ്പോൾ മൺഡേ ട്യൂസ്ഡേ, നെക്സ്റ്റ് മൺഡേ ട്യൂസ്ഡേയുടെ വൈവയുടെ സ്ലോട്ട് ഇടും, കൺഫേം ആയിട്ടുള്ള സ്ലോട്ട്. ഓക്കെ. അപ്പം ആ Thursday Friday ആ സ്ലോട്ടിനകത്ത് എവിടെയെങ്കിലും ശരണ്യയുടെ പേരില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. മാം ഒരു ദിവസം മാക്സിമം എത്ര വൈവയാണ് മാം? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മൺഡേ 11:30 ആയിരുന്നു ക്ലാസ്. അപ്പൊ 10 തുടങ്ങി 11:20 വരെ 3 പേർക്കുള്ള സ്ലോട്ട് ആയിരുന്നു. മൂന്നാമത്തെ ആൾ ആക്ച്വലി വന്നില്ല. ഞാൻ അവിടെ ഇരുന്നിരുന്ന് മടുത്തു. 11:15 വരെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇറങ്ങിപ്പോകും. 2 പേരെ അറ്റൻഡ് ചെയ്തോളൂ. ഇന്ന് എനിക്ക് 10:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഒരു ആളെ മാത്രമേ വൈവ ചെയ്തുള്ളൂ. 10 തുടങ്ങി 10:20 വരെ. കാരണം 10:30 ആകുമ്പോൾ എനിക്ക് ക്ലാസ്സിൽ കയറണമല്ലോ. പിന്നെ 2:30 വരെയും ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ടൈം സ്ലോട്ട് കൊടുത്തില്ലായിരുന്നു. കാരണം പിന്നെ അശ്വതി മിസ്സാ കുറെ പേരെ വൈവ ചെയ്തത്. കാരണം അശ്വതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ടൈം കണക്കാക്കി ക്ലാസ്സിന്റെ ടൈമൊക്കെ നോക്കിയിട്ട് സ്ലോട്ട് കൊടുത്തു. നാളെ മുഴുവൻ ചെയ്യാന്നായിരുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇങ്ങനെ വീട്ടിൽ പോകേണ്ടത് കൊണ്ട് ഞാൻ നാളത്തെ ഒഴിവാക്കിച്ചു. ഇനിയിപ്പോ കൂടുതൽ ടൈം വരുന്നത് സാറ്റർഡേ മോർണിംഗ് 10 to 1 o'clock. പിന്നെ സാറ്റർഡേ നൈറ്റിലും ടൈം കൊടുത്തിട്ടുണ്ട്. 8 to 9 കൊടുത്തിട്ടുണ്ട്. 8 to 9 ആവുമ്പോഴേക്കും ചിലപ്പോൾ 9-10 വരെ വരും. 20 minutes കൊടുത്ത് 5 minutes ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ഉണ്ടാവും. മിസ് ഞങ്ങളുടെ ക്ലാസ്സിലെ 178 സ്റ്റുഡൻസ് ഉണ്ട്. അത്രയും പേരെ മിസ് വിളിക്കണ്ടേ? ടീച്ചർമാരെ കൂട്ടിട്ട് അതാ ഞാൻ ചോദിച്ചേ ഒരു ദിവസം എത്ര പേര് എടുക്കുന്നു? എത്ര പേര് ബാച്ച് ആവുമ്പോഴേക്കും എന്താവെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ബാച്ച് ആവുമ്പോൾ കാര്യമില്ല. എനിക്ക് തോന്നുന്നു MT4-ന്റെ എന്റെ ക്ലാസ് അങ്ങ് തീരും. അപ്പൊ MT4-ന് എനിക്ക് 2 ദിവസം ക്ലാസ് ഉണ്ട് ആഴ്ചയില്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കുമല്ലോ. ആ സമയത്ത് ഞാൻ ലൈവ് എടുക്കും. അപ്പൊ കുറച്ചുകൂടെ ടൈം സ്ലോട്ട് കിട്ടും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ബാക്കിയുള്ള ടീച്ചർമാരെ കൊണ്ട് തിയറി ക്ലാസ് എടുപ്പിച്ചിട്ട് അങ്ങനെ തീർക്കാം. ഗ്രൂപ്പ് വൈവ് എന്തായാലും ഇല്ല. 1 to 1 ഉള്ളൂ. ഒരു സിംഗിൾ ടീച്ചറും ഒരു സിംഗിൾ സ്റ്റുഡന്റ് അങ്ങനെയാണോ? അതെ. 1 to 1 ഫേസ് ടു ഫേസ് വീഡിയോ ഓൺ ചെയ്യണം. അങ്ങനെ ആ ഒരു 20 minutes എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകും. പ്രാക്ടിക്കൽ സെഷൻ മെയിൻലി. സിയുടെ സിസ്റ്ററിന്റെ പേരെന്താ? സിയുടെ പോയോ? സാന്ദ്ര ഇന്നായിരുന്നു ഡേറ്റ് എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഇന്ന്. സാന്ദ്ര K വർഗീസ്. എനിക്കായിരുന്നു കാണില്ല. അശ്വതിക്കായിരിക്കും. ആണോ? അറിയില്ല, ഞാൻ ഇന്ന് ചോദിച്ചിട്ടില്ല കഴിഞ്ഞൂന്ന്. എനിക്കല്ല. ഞാനിപ്പോ 3 പേരുടെ കഴിഞ്ഞുള്ളൂ. ഇന്നലെ 2 പേര്, ഒരാള്.
എന്നെ ഫസ്റ്റ് കയറിയ ആള് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭാവനയായിരുന്നു കേട്ടോ. നല്ലപോലെ പെർഫോം ചെയ്തു. നമുക്കത് ഫസ്റ്റ് വൺ നമുക്ക് അങ്ങനെ ആവുമ്പോഴേക്കും നമുക്ക് പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവ്നെസ്. പിന്നെയൊക്കെ എങ്ങനെ വന്നാലും നമുക്ക് ആ ഫസ്റ്റ് വണ്ണിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ. അതെ. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ കയറാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ, അവർ കയറിയിരുന്നെങ്കിൽ അവർക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ളവർ തന്നെയാണ്. ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയേനെ. നല്ലപോലെ ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ ക്ലാസ്സുമായിട്ടൊരു കണക്ഷൻ വളരെ കുറവാണ്. അത് നല്ലൊരു ഡിഫറൻസ് തന്നെയാട്ടോ. മോണ്ടിസോറി മെത്തേഡിൽ എവിടെയെങ്കിലും കൈ പിടിച്ച് എഴുതിപ്പിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? റൈറ്റിംഗ് മോണ്ടിസോറി മെത്തേഡിലെ എക്സ്പ്ലോഷൻസ് ആണ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒരു എക്സ്പ്ലോഷൻ പോലെ വരുക. അത് തന്നെത്താനെ വരുന്ന ഒരു സംഭവം. കൈ പിടിച്ച് എഴുതിപ്പിക്കുന്നതൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് ആകെ വിഷമായി പോയി. അത് ക്ലാസ്സുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നവും. നമുക്കൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ മോണ്ടിസോറി മെത്തേഡ് അറിയുന്നവരെങ്കിൽ അവരത് ശരിക്കും അത് തന്നെ അവര് വേണ്ടാന്ന് വെക്കും. അങ്ങനെയൊക്കെ നമ്മളുടെ അടുത്തുനിന്നൊരു കമന്റ് വന്നു കഴിഞ്ഞാലേ നമ്മളെ പ്രീ റൈറ്റിംഗ് ബോർഡൊക്കെ പിന്നെ നമുക്ക് എന്തിനാ അങ്ങനെ ഒരു മോണ്ടിസോറി മെറ്റീരിയൽ എന്തിനാ? പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ ആവശ്യം എന്താ? പിടിച്ചെടുപ്പിച്ചാൽ മതിയല്ലോ. വൈവക്ക് കിട്ടിയ ഒരു റെസ്പോൺസാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യൂ. എക്സാം കൂളായിട്ടിരിക്കൂ. കാരണം നല്ല ഇഷ്ടംപോലെ സമയമുണ്ട്. 50 ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മതി. പലരും 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഫസ്റ്റ് ബാച്ചുകാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് പിന്നെ 2 എക്സാം ആയിരുന്നു, ഹാഫ് ആൻ അവർ ബ്രേക്കില്. ഓക്കെ, ദെൻ ഞാൻ പോയിന്റ് ചെയ്യാം. Yes, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Good night. Thank you. മാം എൻ്റെ ഒരു ഡൗട്ട്, ലാസ്റ്റ് ഡൗട്ടാണ്. നമ്മുടെ മോഡ്യൂൾ 3 ഈ പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ പഠിക്കുന്നില്ലേ? അപ്പൊ അത് നമുക്കിപ്പോ എക്സാം ആയിട്ട് വരുന്നത് നമ്മുടെ വൈവയിലാണോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്? അത് നമ്മളുടെ പ്രാക്ടിക്കൽ ഏരിയ നമ്മൾ 5 ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ മോഡ്യൂൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൽ കൂടുതലും ആക്ടിവിറ്റീസും ഡെമോൺസ്ട്രേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫോണറ്റിക്സ് നിങ്ങൾക്ക് ഒരു ക്ലാസ് തരാനായിട്ട് ഞാൻ മാമിനോട് പറയാം. അത് ഫോണറ്റിക്സ് അറിയുന്നവർ തന്നെ ചെയ്യണം. ഞാനൊക്കെ തന്നെ പഠിച്ചതാ, അതുകൊണ്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ഫോണറ്റിക്സ് പറഞ്ഞുതരാൻ. അത് BEd ഇംഗ്ലീഷുള്ളവർ തന്നെ വേണമെന്നാണ് ഞാൻ ചോദിച്ചപ്പോ മനസ്സിലായത്. അപ്പൊ അങ്ങനത്തെ ഒരു സെഷൻ അതും നിങ്ങൾക്ക് ചിലപ്പോ കിട്ടുമായിരിക്കും, ചിലപ്പോൾ അല്ലാതെ കിട്ടണം. അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം. പിന്നെ പിങ്ക് സ്കീം ബ്ലൂ സ്കീം ഒക്കെ ആയിരുന്നു. അത് നമ്മളുടെ പല മെറ്റീരിയൽസും പിങ്കും ബ്ലൂ കളറും കൂടെ വെച്ചിട്ടാണ്. അപ്പൊ ചില ആൽഫബറ്റ്സ് ശരിക്കും ബ്ലൂ എന്നുള്ള രീതിയിൽ, പിങ്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ അത് കുറച്ച് റെഡിഷ് കളറുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലാണ്. നമ്മൾ കണ്ട മൂവബിൾ ആൽഫബറ്റ്സ് അല്ലേ, ആ പിങ്ക് സ്കീം വരുന്നത് തന്നെയാണ്. വവൽസും കൺസണൻസും കൂടെ ആ ഒരു 2 കളറിൽ വെച്ചിട്ട്, അപ്പൊ അതിനനുസരിച്ച് കുട്ടിയുടെ വേർഡ് പവർ കൂട്ടുന്നതാണ് പിങ്ക് ബ്ലൂ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. ഫോണറ്റിക്സ് ആണ് അതിനകത്ത് കുറച്ച് അറിയാനുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡെമോൺസ്ട്രേഷൻസ് ആണ്. പിന്നെ ചില മെറ്റീരിയൽസ് പുതിയതായിട്ട് മോഡിഫൈ ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട്. അതിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു ബോട്ടിൽസ് ഏതാണ് ഞാൻ ഓർക്കുന്നില്ല. ഫസ്റ്റ് ബാച്ചിന് പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. ഒരു പറയാം കേട്ടോ, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. ഒരു ടൈപ്പ് ബോട്ടിൽസ് ആയിരുന്നു, അതൊന്നും ഓർമ്മയില്ല. അതൊക്കെ മെറ്റീരിയൽസ് വരുന്നത് ചെറിയ ഇങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന കൊച്ചു ഗ്ലാസിന്റെ ബോട്ടിൽസ് ഒക്കെ പുതിയ മെറ്റീരിയൽസിൽ വരുന്നുണ്ട്. അപ്ഡേറ്റഡ് വേർഷനിൽ ഞാൻ നോക്കിയപ്പോ നമ്മുടെ ഈ മോഡ്യൂൾ 3 എവിടെയും വരുന്നില്ല. അപ്പൊ ഇനി പ്രാക്ടിക്കൽസിലാണോ എന്ന് ചോദിക്കുന്നത്? പ്രാക്ടിക്കൽ ഏരിയ ആണ്. നമ്മുടെ ഈ വൈവയിൽ അത് അതിന്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ചോദിക്കായിരിക്കില്ലേ? അത് നമ്മൾ ചെയ്ത പ്രാക്ടിക്കൽ സെഷൻ ഇല്ലേ, അത് കംപ്ലീറ്റ് മോഡ്യൂൾ 3 ആണ്.
മനസ്സിലായി. മെറ്റീരിയൽസ് പലതും അല്ല അപ്പൊ നമുക്കത് എക്സാമിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വരുമോ അതോ നമ്മൾ പ്രാക്ടിക്കൽസ് മാത്രം? നമ്മുടെ അപ്പാരറ്റസ് ആണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളത് ഓൾറെഡി വന്ന് ചെയ്ത് കാരണം അത് കംപ്ലീറ്റഡ് ആയി. അതെ, നമുക്ക് ആ റെക്കോർഡും കൂടെ ഇനി കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിന്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയും. പിന്നെ പുതിയ ചില മെറ്റീരിയൽസിനെ കുറിച്ചും അതിന്റെ ഡെമോൺസ്ട്രേഷനും അത് വെച്ച് എങ്ങനെ പുതിയ വന്ന മെറ്റീരിയൽസ് നമുക്ക് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ചു തരില്ലേ? കാണിക്കും. അത് നമ്മളിപ്പോ അരിത്തമെറ്റിക് ഏരിയയിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ കഴിഞ്ഞല്ലോ, മൾട്ടിപ്ലിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓപ്പറേഷനും കൂടെ അതിനകത്ത് വരും. പിന്നെ നമ്മള് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് വെച്ചിട്ട് നമ്പേഴ്സ് എല്ലാം നമ്മൾ ഫെമിലറൈസ് ചെയ്തു. അതുപോലെ തന്നെ നമ്പർ റോഡ്സ്, അതിന്റെ വലിപ്പത്തിനനുസരിച്ച് നമ്പർ കൗണ്ട് ചെയ്യാനും അങ്ങനത്തെ അതേ ഉള്ളൂ അതിൽ വരുന്നത്. പിന്നെ പിങ്ക് ടവർ. ഓക്കെ മാം, അപ്പൊ ഞാനതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ശരി മാം. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം, ഗുഡ് നൈറ്റ്. Thank you, Miss.